ഹായ്, നമസ്കാരം. സഹകാരി റേസ് പ്ലസിൻ്റെ ക്ലാസ്സിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് സർക്കിൾസുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യനാണ്. അപ്പോൾ സർക്കിൾസുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്തൊക്കെ പറയാൻ പറ്റും? നമുക്കറിയാം, ഇത് സെൻറ്റർ ഓഫ് ദി സർക്കിളാണ്, ഇത് റേഡിയസ് ആണ്. രണ്ട് റേഡിയസ് ചേരുമ്പോൾ എന്തായി മാറും നമുക്കറിയാം, അത് ഡയമീറ്റർ ആയിട്ട് മാറും എന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ ഇതാണ് ഈ കാണുന്ന, അതായത് ഒരു സർക്കിളിൻ്റെ രണ്ട് പോയിന്റ്സുകളെ നമ്മൾ കണക്ട് ചെയ്ത് വരയെ നമ്മൾ കോഡ് എന്ന് പറയും അല്ലേ. ഇതിനെയൊക്കെ നമ്മൾ കോഡ് എന്നാണ് പറയുന്നത്. ഏറ്റവും വലിയ കോഡാണ് ആരെന്ന് പറയുന്നത്? ഡയമീറ്റർ ഓഫ് ദി സർക്കിൾ. ഒരു സർക്കിളിലെ ഏറ്റവും വലിയ കോഡ് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഡയമീറ്റർ ഓഫ് ദി സർക്കിളാണ്. ഇതെല്ലാം നമുക്കറിയാം. ഓക്കെ, ഇനി എന്താ പറയുന്നത്? ഇനി മറ്റൊരു കാര്യം കൂടി ഇതിനകത്ത് ആഡ് ചെയ്യാം. നമുക്ക് സെഗ്മെൻറ്റ്സ് എന്താണെന്ന് അറിയണം. അതുപോലെ തന്നെ അത് ഓരോന്നിനെക്കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഇനി ഓരോ സ്ലൈഡുകളിലായിട്ട് പറയാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ, കോഡ് എന്താണെന്ന് പറഞ്ഞു, ദെൻ എന്താണ് പറഞ്ഞത്, ഡയമീറ്റർ എന്താണ്, റേഡിയസ് എന്താണ്, ഇതെല്ലാം നമുക്കറിയാം. ഇനി നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ട രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അതിൽ ഒന്നാമത്തെ കേസ് ഏരിയ ഓഫ് സർക്കിൾ. ഏരിയ ഓഫ് സർക്കിൾ നമുക്ക് πr² ആണ് ഇക്വേഷനും. ദെൻ പെരിമീറ്റർ ഓഫ് ദി സർക്കിൾ എന്ന് പറയുന്നത് 2πr ആണ്. മറന്നു പോകണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് ഏരിയ ഓഫ് ദി സർക്കിൾ πr² ആണ്. അതുപോലെ തന്നെ പെരിമീറ്റർ ഓഫ് ദി സർക്കിൾ അല്ലെങ്കിൽ സർക്കംഫറൻസ് ഓഫ് ദി സർക്കിൾ. എന്താ സർക്കംഫറൻസ് ഉദ്ദേശിക്കുന്നത്? ഈ കാണുന്നതാണ് സർക്കംഫറൻസ് ഓഫ് ദി സർക്കിളാണ് എന്ത്, 2πr എന്ന് പറയുന്നത്. ഇനി പൈ എന്താണെന്ന് പറയുകയാണെങ്കിൽ പൈ ഈക്വൽ ടു പെരിമീറ്റർ ഓഫ് ദി സർക്കിൾ ഡിവൈഡ് ബൈ ഡയമീറ്റർ ഓഫ് ദി സർക്കിൾ ആണ് എന്ന് പറയുന്നത് പൈ എന്ന് പറയുന്നത്. ഈ ലോകത്തിലുള്ള ഏതൊരു സർക്കിളിൻ്റെയും ഇപ്പോൾ എന്താണ്, പെരിമീറ്റർ ഡിവൈഡ് ബൈ ഡയമീറ്റർ ഓഫ് ദി സർക്കിളാണ് നമ്മൾ എന്ന് പറയുന്നത് പൈ എന്ന് പറയുന്നത്. നോർമൽ കേസിൽ നിങ്ങൾ പൈയുടെ വാല്യൂ നമുക്ക് 3.141 അങ്ങനെ ഉണ്ട് കേട്ടോ. നമുക്ക് 3.14 എന്ന് വരെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ജസ്റ്റ് പറഞ്ഞു നിർത്താം. അതല്ല എങ്കിൽ നമുക്ക് ചില പ്രോബ്ലംസ്, നമുക്ക് തന്നിരിക്കുന്ന വാല്യൂസ്, അതായത് നമുക്ക് തന്നിരിക്കുന്ന റേഡിയസോ മറ്റേതെങ്കിലും വാല്യൂസ് നമുക്ക് 7ൻ്റെ മൾട്ടിപ്പിൾ ആണ് എങ്കിൽ നമുക്ക് എന്തെടുക്കാം, നമുക്ക് ഇപ്പോൾ ഡിവിഷണൽ അക്കൗണ്ടിൻ്റെ മെയിൻസിൻ്റെ എക്സാമിനാണെങ്കിൽ പോലും നമുക്ക് എന്തെടുക്കാൻ പറ്റും, 22/7 നമുക്ക് എടുക്കാൻ പറ്റും. ചില ചോദ്യങ്ങളിൽ എന്ത് ചെയ്യും, വ്യക്തമായി അവർ പറഞ്ഞിരിക്കും യൂസ് പൈ ഈക്വൽ ടു 22/7 എന്ന് ചിലപ്പോൾ അവർ ഡീറ്റെയിൽ ചെയ്ത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കും കേട്ടോ. അപ്പോൾ അതിന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ പ്രോബ്ലം നമ്മൾ ചെയ്യുക. ചില ക്വസ്റ്റ്യനിൽ ഇങ്ങനെ തന്നെ പറഞ്ഞിരിക്കും പൈ ഈക്വൽ ടു എന്ത് എടുക്കണമെന്ന് പറഞ്ഞിരിക്കുന്നു, 3.14 എടുക്കണം എന്ന് പറയും. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ പ്രോബ്ലം നമ്മൾ ചെയ്തു പോവുക. ഓക്കെ, അപ്പോൾ ഏരിയ ഓഫ് ദി സർക്കിൾ πr² എന്നും അതുപോലെ തന്നെ പെരിമീറ്റർ ഓഫ് ദി സർക്കിൾ 2πr ആണെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി. പൈ എന്താണെന്ന് മനസ്സിലാക്കി. ദ വാല്യൂ ഓഫ് പൈ എന്താണെന്ന് മനസ്സിലാക്കി. 3.14 ആണെന്ന് പറയുന്നു. പിന്നെ നമ്മൾ ഒരു വാല്യൂ കൂടെ പറഞ്ഞു 22/7. നമുക്ക് പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചിലപ്പോൾ യൂസ് പൈ ഈക്വൽ ടു 22/7 എന്ന് ക്വസ്റ്റിന് തരുന്നു എങ്കിൽ എന്ത് ചെയ്യുക, നമ്മൾ അതുപയോഗിച്ച് നമ്മൾ പ്രോബ്ലം നമ്മൾ ചെയ്യുക. ഓക്കെ, ഇനി നമ്മൾ അടുത്ത പറയാൻ പോകുന്നത് സർക്കുലർ റിങ്ങിനെ പറ്റിയാണ്. അടുത്ത എന്താ പറയാൻ പോകുന്നത്, സർക്കുലർ റിങ് കേട്ടോ. റിങ് ആണ്. ഓക്കെ, സർക്കുലർ റിങ്. സർക്കുലർ റിങ്ങുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സർക്കുലർ റിങ്ങുമായി ബന്ധപ്പെട്ട് ഞാൻ പറയുമ്പോഴത്തേക്ക് ഇത് രണ്ട് സർക്കിൾസ് ആണുള്ളത് അല്ലേ. എന്തുണ്ട്, ഒരു ഔട്ടർ സർക്കിളുണ്ട്. ഔട്ടർ സർക്കിൾ എന്താണ്, ഇതിൻ്റെ പുറത്തൊരു സർക്കിളുണ്ട്, അകത്തൊരു സർക്കിളുണ്ട്. ഈ പോർഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന പോർഷനെയാണ് ഞാൻ എന്ത് പറയുന്നത്, സർക്കുലർ റിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനൊരു ഔട്ടർ റേഡിയസ് ഉണ്ട്, ഇതിനെ ഞാൻ ക്യാപിറ്റൽ ലെറ്റർ R എന്നും, ഇതിനൊരു ഇന്നർ റേഡിയസ് ഉണ്ട്, അതിനെ ഞാൻ സ്മോൾ ലെറ്റർ R കൊണ്ടുമാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, സൂചിപ്പിക്കുന്നത്. ഔട്ടർ റേഡിയസിനെ ക്യാപിറ്റൽ R കൊണ്ടും ഇന്നർ റേഡിയസിനെ സ്മോൾ ലെറ്റർ R കൊണ്ടും ഞാൻ പറയുന്നു. അപ്പോൾ അങ്ങനെയാണ് എങ്കിൽ ഇതിൻ്റെ തിക്നെസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും നമുക്കറിയാം. എന്താണ്, R-R ആണ് ഇതിൻ്റെ തിക്നെസ് എന്നുള്ള കാര്യം നമുക്കറിയാം അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, ഇതിൻ്റെ ഏരിയ ഈക്വൽ ടു എന്താ പറയുന്നത്, വലിയ സർക്കിളിൻ്റെ എന്താണ് മുഴുവനായിട്ടുണ്ടാകുന്ന സർക്കിളിൻ്റെ ഏരിയയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്താൽ മതി, ഈ സർക്കിളിൻ്റെ ഏരിയ നമ്മളങ്ങ് മൈനസ് ചെയ്തു, ഈ ചെറിയ സർക്കിളിൻ്റെ ഏരിയ നമ്മൾ മൈനസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ എന്തായിരിക്കും, ഇങ്ങനെ പറയാം, πr² മൈനസ് πr² അല്ലേ. അപ്പോൾ പൈ നമുക്ക് കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ പൈ ഇൻറ്റു R² മൈനസ് R² എന്ന് പറഞ്ഞ് നമുക്ക് എന്ത് പറയാൻ പറ്റും, ഏരിയ ഓഫ് ദി സർക്കുലർ റിങ്ങിൻ്റെ ഏരിയ നമുക്ക് പറയാൻ പറ്റും. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഇത് R² മൈനസ് R² ആണ്, അതായത് A² മൈനസ് B² ആണ്. A² മൈനസ് B² എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്തുവാണത്, അത് A+B ഇൻറ്റു A-B ആണ് എന്നുള്ള കാര്യം നമുക്കറിയാം. A+B ഇൻറ്റു A-B. ഓക്കെ, അപ്പോൾ ഇതുവരെയുള്ള കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതിനകത്ത് എന്തുണ്ട്, R² മൈനസ് R² എന്ന് പറയുമ്പോഴത്തേക്ക് R² പ്ലസ് R ഇൻറ്റു R മൈനസ് R. അപ്പോൾ ആക്ച്വലി ഈ ഇക്വേഷനകത്ത് എന്ത് ഇരിപ്പുണ്ട്, നമ്മുടെ തിക്നെസ് ഇരിപ്പുണ്ട് എന്നുള്ള കാര്യം എന്ത് ചെയ്യണം, ഓർക്കണം. അതായത് ഈ ഇക്വേഷൻ എക്സ്പാൻഡ് ചെയ്ത് ഞാൻ എങ്ങനെ ഇരിക്കും, പൈ ഇൻറ്റു R plus R into
ആർ മൈനസ് ആർ. അപ്പോൾ ഈ ആർ മൈനസ് ആർ എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? ഈ തിക്നെസ് തന്നെയാണ്. അപ്പോൾ ഈ ഇക്വേഷനിൽ എന്തിരിപ്പുണ്ട്? നമ്മുടെ തിക്നെസ് ഇരിപ്പുണ്ട് എന്നുള്ള കാര്യം കൂടി ഓർക്കുക. ഓക്കെ, അപ്പോൾ ഇതുവരെയുള്ള പോയിന്റ്സ് ക്ലിയർ ആണ്. അപ്പോൾ നമ്മൾ നേരെ എന്ത് ചെയ്യുന്നു? നമ്മൾ സെക്ടറിലേക്കാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, സെക്ടർ ഓഫ് എ സർക്കിൾ. അപ്പോൾ ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഡിസ്കസ് ചെയ്ത് തന്നെ പോകണം. അപ്പോൾ ഇത് നമുക്ക് സെൻട്രൽ ആംഗിൾ ഓഫ് ദി സെക്ടർ. ഇപ്പോൾ ഇതിനെയാണ് ഞാൻ സെക്ടർ എന്ന് പറയുന്നത് വിചാരിച്ചോ. ഇത് ഒരു സർക്കിളിൻ്റെ സെക്ടറാണ്. ഈ കാണുന്ന സാധനം ഒരു സർക്കിളിൻ്റെ സെക്ടറാണ് എന്ന് വിചാരിച്ചോ. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് മാറ്റി വരയ്ക്കാം. ഇതൊരു സർക്കിളിൻ്റെ സെക്ടറാണെന്ന് വിചാരിച്ചോളൂ. ഓക്കെ, ഇപ്പോൾ നമുക്ക് എന്താണ്, ഇതൊരു സെക്ടർ ആണെങ്കിൽ ഇതിനെ മൈനർ സെക്ടർ എന്നും ഇതിൻ്റെ ബാക്കിയുള്ള പോർഷനെ നമുക്ക് മേജർ സെക്ടർ എന്നൊക്കെ നമുക്ക് പറയാം. ഓക്കെ, ഇവിടെ സെൻറ്റർ ഓഫ് ദ എന്താണ് സർക്കിൾ എന്ന് പറയുന്നത് എന്താണ് 0 എന്ന് പറയുന്നത്, സോറി എന്താണ് സെൻറ്റർ ഓഫ് ദ സർക്കിൾ എന്ന് പറയുന്നത് എന്താണ് O ഡിഗ്രി എന്ന് പറഞ്ഞിരിക്കുന്നു. ദെൻ ഇവിടെ റേഡിയസ് ഉണ്ട്, അതിന് നമുക്ക് എന്താണ് സ്മോൾ ലെറ്റർ r എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കേസുകളാണ്. ഓക്കെ, ഇനി നമ്മൾ ഇത് പറയാൻ പോകുന്നത് ഇവിടെ നിന്ന് ഇതുവരെയുള്ള ഈ ലെങ്ത് എന്ന് പറയുന്നത് ആർക്ക് ലെങ്ത് ആണ്. എന്ന് പറയാം ആർക്ക് ലെങ്ത്. ഇതിനെ നമ്മൾ ആർക്ക് ലെങ്ത് എന്ന് പറയും. അപ്പോൾ നമ്മൾ ഇതിനകത്ത് എല്ലാത്തിനും ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ഇതിനകത്ത് പറയാനുണ്ട്. അതായത് ആദ്യം ഞാൻ പറയാൻ പോകുന്നത് ഏരിയയെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇതിനെക്കുറിച്ചാണ് പറയാൻ പോണേ, ഏരിയയെക്കുറിച്ചാണ് പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ കാണുന്ന സെക്ടറിനൊരു സെൻട്രൽ ആംഗിൾ ഉണ്ട് അല്ലേ. സെൻട്രൽ ആംഗിളിൽ നമുക്ക് വേണമെങ്കിൽ എന്ന് പറയാം തീറ്റ എന്ന് പറയാം. തീറ്റ എന്നോ എക്സ് എന്ന് പറഞ്ഞാലും ഒരു കുഴപ്പമില്ല. ഓക്കെ, തീറ്റ എന്നാണ് ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത്, നമുക്കൊരു കോമൺ ഫോം ആയിട്ട് നമുക്ക് എന്ന് പറയാം, നമുക്ക് തീറ്റ എന്ന് പറയാം. അപ്പോൾ ആദ്യം ഞാൻ പറയാൻ പോകുന്നത് ഏരിയ ഓഫ് ദ സെക്ടർ. എന്താ പറയാൻ പോകുന്നത്? ഏരിയ ഓഫ് ദ സെക്ടർ. ഓക്കെ, സെക്ടറിൻ്റെ ഏരിയയെ പറ്റിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ സെക്ടറിൻ്റെ ഏരിയ പറയുമ്പോഴത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഇവിടെ നോക്കിയിരുന്നാൽ മതി. നമുക്ക് മുഴുവൻ സർക്കിളിൻ്റെ ഏരിയ, അതായത് മുഴുവനായിട്ടുണ്ടായിരുന്ന സർക്കിളിൻ്റെ ഏരിയ നമുക്കറിയാം. അത് πr² ആണെന്ന് അറിയാം. ഇൻറ്റു ഇടുന്നു. അതിൽ എത്ര പോർഷനെ നമ്മൾ എടുത്തിട്ടുള്ളൂ? തീറ്റ പോർഷൻ അല്ലെങ്കിൽ നമ്മൾ എക്സ് പോർഷൻ മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ. സോ ദാറ്റ് മീൻസ് ദ ടോട്ടൽ ആംഗിൾ എന്ന് പറയുന്നത് മുഴുവനായിട്ട് എത്ര ഡിഗ്രി ആയിരിക്കും? അത് 360 ഡിഗ്രി ആയിരിക്കും. അതിൽ എത്ര പോർഷൻ മാത്രമേ എടുത്തിട്ടുള്ളൂ? നമ്മൾ തീറ്റ എന്ന് പറയുന്ന പോർഷൻ അല്ലെങ്കിൽ എക്സ് പോർഷൻ മാത്രമേ എടുത്തിട്ടുള്ളൂ. സോ πr² ഇൻറ്റു തീറ്റ ബൈ എന്ത് 360. ഇത് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഏരിയ ഓഫ് ദ എന്ത് കിട്ടും? സെക്ടർ കിട്ടും. ഇനി നമ്മൾ അടുത്ത പറയാൻ പോകുന്നത്, ഞാൻ ഈ റെഡ് കളറിൽ മാർക്ക് ചെയ്യാൻ പോകുന്ന സാധനമാണ്. ഈ റെഡ് കളറിൽ മാർക്ക് ചെയ്യാൻ പോകുന്ന സാധനം ഇതിനെ പറയുന്നത് ആർക്ക് ലെങ്ത് എന്നാണ്. ഇതിനകത്ത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും, ഇതാണ് ആർക്ക് ലെങ്ത് എന്ന് പറയുന്നത്. ആർക്കിൻ്റെ ലെങ്ത് മാത്രം. അപ്പോൾ ആർക്കിൻ്റെ ലെങ്ത് മാത്രം ഞാൻ പറയുന്നു എങ്കിൽ നമുക്കറിയാം മുഴുവൻ സർക്കിളിൻ്റെ എന്ന് പറയുന്നത് പെരിമീറ്റർ ആണ്. അതിൽ എത്ര പോർഷൻ? തീറ്റ പോർഷൻ മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ, അല്ലെങ്കിൽ എക്സ് പോർഷൻ മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. സോ ആർക്ക് ലെങ്ത്. ഓക്കെ, ഞാൻ എന്താ പറയാൻ പോകുന്നത്? ആർക്ക് ലെങ്ത് കേട്ടോ. ആർക്ക് ലെങ്ത് ആണ്. ആർക്ക് ലെങ്ത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്ക് പറയാം. മുഴുവൻ സർക്കിളിലാണെങ്കിൽ നമുക്ക് എന്ന് പറയാം 2πr ആണ് കേട്ടോ. 2πr ആണ് ഇൻറ്റു തീറ്റ ബൈ 360. ഇനി ചോദിക്കാം, ചിലപ്പോൾ പെരിമീറ്റർ ഓഫ് ദ സെക്ടർ ചോദിക്കാം. പെരിമീറ്റർ ഓഫ് ദ സെക്ടർ. അപ്പോൾ സെക്ടറിൻ്റെ പെരിമീറ്റർ ചിലപ്പോൾ ചോദിക്കാം. പെരിമീറ്റർ ഓഫ് ദ സെക്ടർ ആണ് ചോദിക്കുന്നത് എങ്കിൽ നമുക്ക് എന്താ ചെയ്യേണ്ടത്? നമുക്ക് എന്താ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ ഇത്രയും സാധനമാണ് ഇതിൻ്റെ പെരിമീറ്റർ, അല്ലെങ്കിൽ ഈ റെഡ് കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്നത് മൊത്തമാണ് ഇതിൻ്റെ പെരിമീറ്റർ എന്ന് പറയുന്നത്. അതിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കുക എന്നുള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് ഇതൊരു റേഡിയസ് ആണ്, ഇത് റേഡിയസ് ആണ്. അപ്പോൾ എന്തായി? 2r ആദ്യമേ വന്നു, പ്ലസ് ഇനി എന്ത് ചെയ്താൽ മതി? ആർക്ക് ലെങ്തും കൂടെ അതിനോട് എന്ത് ചെയ്യണം? നമ്മൾ പ്ലസ് ചെയ്യണം. അതായത് 2πr ഇൻറ്റു തീറ്റ ബൈ 360 കൂടി നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ചെയ്തു കൊടുക്കണം. അപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? പെരിമീറ്റർ ഓഫ് ദ സെക്ടർ കിട്ടുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണ് എന്ന് വിശ്വസിക്കുന്നു. ഇനി നമ്മൾ നേരെ പോകാനായിട്ട് പോകുന്നത് അടുത്ത ഒരു പോയിന്റ് കൂടിയുണ്ട്. നമ്മൾ സെഗ്മെൻറ്റ് ഓഫ് സർക്കിൾ. സെഗ്മെൻറ്റ്സിനെ കുറിച്ച് നമ്മൾ പറയുന്നുവെങ്കിൽ ഇപ്പം നോക്ക്, ഇത് നമ്മുടെ ഒരു സർക്കിളാണ്. ഇങ്ങനൊരു കോഡ് വരച്ച് ഇതൊരു സെഗ്മെൻറ്റ്. ആംഗിൾസും സെഗ്മെൻറ്റ്സ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിനെ കുറിച്ച് നമ്മൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ പറയും. ഏതാണ്? നമ്മൾ ഈ പറയുന്ന ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് സർക്കിൾസിന് ഒരു 3-4 പാർട്ട് ക്ലാസ്സുകൾ ഉറപ്പായിട്ട് കാണും. അപ്പോൾ അതിനകത്ത് നമ്മൾ സെഗ്മെൻറ്റ്സും ആംഗിൾസും എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് നമ്മൾ പഠിക്കും. എന്ന് വെച്ചാൽ എന്താണ്, സർക്കിളുമായി ബന്ധപ്പെട്ട കുറച്ച് ആംഗിൾസും കൂടെ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? നമുക്ക് പഠിച്ചു പോകേണ്ടി വരും. അപ്പോൾ അത് ഇനി വരുന്ന ക്ലാസ്സിലാണ് നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നത്? നിങ്ങൾ കാണാനായിട്ട് പോകുന്നത്. ഇന്ന് നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്തിരിക്കുന്നത് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ
ഇത്രയേ ഉള്ളൂ. ഏരിയ ആൻഡ് പെരിമീറ്റർ, ഏരിയയും പെരിമീറ്ററും മാത്രമാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, കൂടുതലും നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, ബാക്കി പോയിൻറ്റ്സൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്താണ് മൈനർ സെഗ്മെൻറ്റും ഉണ്ട്, മേജർ സെഗ്മെൻറ്റ്സും ഉണ്ട്. ഇതിന് മലയാളത്തിൽ പറയുന്ന പേര് വൃത്തഖണ്ഡം എന്നാണ് പറയുന്നത്. ഓക്കെ, വൃത്തഖണ്ഡം. ഓക്കെ, അപ്പോൾ ഇതൊരു വൃത്തഖണ്ഡവും ഇതൊരു വൃത്തഖണ്ഡവുമാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഈ സെഗ്മെൻറ്റിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ ചോദിക്കും. അതെങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നതെന്നാണ് ഞാൻ ജസ്റ്റ് പറയാനായിട്ട് പോകുന്നത്. സെഗ്മെൻറ്റിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സാധാരണ എക്സാമിന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതൊരു സർക്കിളാണ്. ഈ സർക്കിളിനെ ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു ഇത്ര പോർഷൻ വരച്ച് ഇത്ര പോർഷൻ അങ്ങോട്ട് മാറ്റി ഇതൊരു സെഗ്മെൻ്റ് ആണെന്ന് പറയുന്നു. ഈ സെഗ്മെൻറ്റ്, ഈ കാണുന്ന ഗ്രീൻ ഷെയ്ഡിൽ കാണുന്ന പോർഷൻ, ഓക്കെ, ഈ സെഗ്മെൻറ്റിൻ്റെ ഏരിയ എന്താണെന്ന് ചോദിക്കും. ഈ സെഗ്മെൻറ്റിൻ്റെ ഏരിയ എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇക്വേഷൻ നിങ്ങൾക്ക് തന്നെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞുതരാണ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ഇക്വേഷൻ നിങ്ങൾക്ക് തന്നെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് നമുക്ക് പിന്നീട് ചെയ്യാം കേട്ടോ. ഇപ്പം ജസ്റ്റ് ഇക്വേഷൻ നിങ്ങൾ എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഞാൻ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. ദാ ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് പിടികിട്ടും, നിങ്ങളുടെ കയ്യിൽ ഒരു വലിയ സെക്ടർ കിട്ടി. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നോക്കുക, ഈ ബ്ലൂ കളർ നോക്കുക കേട്ടോ, ഈ ബ്ലൂ കളർ നോക്കുക. ഓക്കെ, ഇതാണ് വലിയൊരു സെക്ടർ അല്ലേ. നോക്ക്, ഈ സെക്ടറിൽ നിന്ന് ദാ ഈ സെക്ടറിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ നമുക്കറിയാം. ഏരിയ ഓഫ് ദി സെക്ടർ കണ്ടുപിടിക്കാൻ നമുക്കറിയാം. ഈ കാണുന്ന സെക്ടറിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ നമുക്കറിയാം. ഈ സെക്ടറിൻ്റെ ഏരിയയിൽ നിന്ന് ഞാൻ പറയുന്നു, ദാ ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ, ഈ കാണുന്ന ട്രയാങ്കിൾ കണ്ടല്ലോ, ഈ കാണുന്ന ട്രയാങ്കിൾ ഒരു ഗ്രീൻ ഷെയ്ഡിലാണ്, ഒരു ബ്ലൂ ഷെയ്ഡിലാണ് പറയുന്നതെങ്കിൽ ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടാൻ പോണത്, നമുക്ക് ഏരിയ ഓഫ് ദി സെക്ടർ ആയിരിക്കും കിട്ടുന്നത്. ഏരിയ ഓഫ് ദ സെഗ്മെൻ്റ് ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്തത്, എന്താ നമ്മളെ മെത്തേഡ്, ഏരിയ ഓഫ് ദ സെക്ടർ, ഓക്കെ, സെക്ടർ മൈനസ് ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ. കണ്ടില്ലേ? അപ്പോൾ നമുക്ക് ഈ കാണുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിന് മുമ്പ് എക്സാമിനുകൾക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ഡിസ്ക്രിപ്റ്റീവ് ബേസ് എക്സാമുകൾക്ക് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഞാൻ ഈ പറയുന്നത്. നമ്മൾ സെഗ്മെൻറ്റിൻ്റെ ഏരിയയെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. സെഗ്മെൻ്റ് ഏരിയയെ പറ്റി നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ എന്താ പറയുന്നത്, ഇത് ഈ കാണുന്നത്, ഇപ്പം ഞാൻ ഇതിനും അങ്ങനെ ഇതിനെ തന്നെ വരയ്ക്കാം. ഇപ്പം നമുക്ക് ഈ കാണുന്നത് ഒരു സെൻറ്റർ ഓഫ് ദ സർക്കിൾ, ഇവിടെ നിന്ന് ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ എന്തായി, ഈ കാണുന്നത് ഒരു സെക്ടറായി മാറി. ഈ കാണുന്നത് ഒരു സെക്ടറാണ് അല്ലേ. ഈ സെക്ടറിൻ്റെ ഏരിയയിൽ നിന്ന് എന്ത് ചെയ്താൽ മതി, ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ നമ്മൾ മൈനസ് ചെയ്യുന്നു വിചാരിച്ചോളൂ. ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ നമ്മൾ മൈനസ് ചെയ്യുന്നു വിചാരിച്ചോ. ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ നമ്മൾ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഈ കാണുന്ന പോർഷൻ എന്ത്, ഏരിയ ഓഫ് ദ സെഗ്മെൻറ്റ് കിട്ടും. ഏരിയ ഓഫ് ദ സെഗ്മെൻറ്റ് ക്ലിയർ ആണോ നോക്കിക്കേ. യെസ്. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞത് സെഗ്മെൻറ്റ് ഏരിയ. ഇതുമായി ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ എന്ത് ചെയ്യാം, ഇക്വേഷൻസ് നമുക്ക് ആ ട്രയാങ്കിളിൻ്റെ അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഇക്വേഷൻസ് നമുക്ക് ഡെവലപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. സർക്കിൾ എന്താണ്, അതുപോലെ തന്നെ അതിൻ്റെ ഏരിയ പെരിമീറ്റർ, ദെൻ പൈ എന്താണെന്ന് പറഞ്ഞു. ദെൻ അടുത്തത് സർക്കുലർ റിങ് പറഞ്ഞു. സർക്കുലർ റിങ്ങുമായി ബന്ധപ്പെട്ടുള്ള എന്ത് ചെയ്തു കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ അടുത്തൊരു കേസ് പറയാൻ പോകുന്നത് എന്താണ് സെക്ടറിനെ പറ്റി നമ്മൾ പറഞ്ഞു. ഏരിയ ഓഫ് ദ സെക്ടർ പറഞ്ഞു, ആർക്ക് ലെങ്ത് പറഞ്ഞു, പെരിമീറ്റർ ഓഫ് ദ സെക്ടർ പറഞ്ഞു. അതുപോലെ തന്നെ പിന്നെ പറഞ്ഞത് സെഗ്മെൻറ്റ്സിനെ കുറിച്ചാണ് പറഞ്ഞത്. സെഗ്മെൻറ്റ്സിൻ്റെ ഏരിയ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്നതിനെ പറ്റി ഞാൻ എന്ത് ചെയ്തു, ഇവിടെ ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്കാണ് പോകുന്നത്. ഇഫ് എ ട്രയാങ്കിൾ വിത്ത് ബേസ് 8 cm has the same area as a circle with a radius 8 cm, the corresponding attitude of the triangle is dash എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ നോക്കിയേ. ഇഫ് എ ട്രയാങ്കിൾ വിത്ത് ബേസ് 8 cm, ഒരു ട്രയാങ്കിളിൻ്റെ ബേസ് എത്രയാണ്, 8 cm ആണ്, ഹാസ് ദ സെയിം ഏരിയ, ആ സെയിം ഏരിയയിലുള്ള ഒരു സർക്കിളിൻ്റെ റേഡിയസ് എത്രയാണ്, 8 cm ആണ് എങ്കിൽ ആ കറസ്പോണ്ടിങ് ആറ്റിറ്റ്യൂഡിൻ്റെ ലെങ്ത് എന്താണ് എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. അപ്പോൾ ഇവിടുത്തെ ട്രയാങ്കിളിൻ്റെ ഏരിയയും അതുപോലെ തന്നെ സർക്കിളിൻ്റെ ഏരിയയും സെയിം ആണ്. അപ്പോൾ ട്രയാങ്കിൾ നോക്കാം, ഏരിയ ഓഫ് ട്രയാങ്കിൾ ഈക്വൽ ടു, ഫസ്റ്റ് സ്റ്റെപ്പ് എന്തെന്ന് പറയാം, നമുക്ക് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന പ്രകാരം ഏരിയ ഓഫ് ട്രയാങ്കിൾ ഈക്വൽ ടു ഏരിയ ഓഫ് ദ സർക്കിൾ അല്ലേ. ഏരിയ ഓഫ് ദ സർക്കിൾ അല്ലേ, നമുക്ക് ഏരിയ അല്ലേ തന്നിരിക്കുന്നത്, തന്നെ അതെ, ഏരിയ ഓഫ് ദ സർക്കിൾ, ഏരിയ ഓഫ് ദ സർക്കിൾ രണ്ട് ഈക്വൽ ആണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, രണ്ടും എഴുതി വയ്ക്കുന്നു. നമുക്ക് വാല്യൂസ് ഒക്കെ ഇതിനകത്ത് കൊടുക്കാം. ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ നമുക്ക് കറസ്പോണ്ടിങ് ആറ്റിറ്റ്യൂഡ് ആണ് ചോദിക്കുന്നത്. സോ എന്താണ്, എച്ച് ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഹാഫ്
ബി എച്ച് ആണ് ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഈക്വൽ ടു, ഇനി നമുക്ക് ഏരിയ ഓഫ് ദ സർക്കിൾ അത് പൈ ആർ സ്ക്വയർ ആണ്, പൈ ആർ സ്ക്വയർ. ഓക്കെ ഇപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു, ഇനി നമുക്ക് ഇതിനകത്ത് വാല്യൂസ് ഒക്കെ എന്ത് ചെയ്യാം, ജസ്റ്റ് നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. എന്താ ചോദിച്ചേക്കുന്നതെന്ന് ചോദിച്ചാൽ ബി എച്ച് മാത്രം നമുക്ക് ഇവിടെ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ഒന്ന് നമ്മളിവിടെ എന്ത് ചെയ്താൽ മതി, എച്ച് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഹാഫ് ഇൻറ്റു ബി ബേസ് നമുക്ക് തന്നിട്ടുണ്ട് 8 ആണെന്ന് തന്നിട്ടുണ്ട്, എച്ച് നമുക്ക് തന്നിട്ടില്ല, എച്ച് പോലെ എഴുതി. അടുത്തത് ഇവിടെ നമുക്ക് 22/7 അല്ലെങ്കിൽ നമുക്ക് എന്താണ് 3.14 കൊടുക്കാം. എങ്ങനെ കൊടുത്ത് ചെയ്താലും നമുക്ക് ആൻസറിലേക്ക് എത്താം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ കൊടുക്കാൻ പോകുന്നത് 3.14 ആണ് കൊടുക്കുന്നത് ഇൻറ്റു ആർ സ്ക്വയർ. ആർ എന്ന് പറഞ്ഞാൽ 8 × 8 ആണ്. ഓക്കെ ഇനി നമുക്ക് എന്ത് ചെയ്യാം, എച്ച് ആണ് വേണ്ടത്, ബാക്കിയുള്ള സാധനത്തിന് എല്ലായിടത്തും എന്ത് ചെയ്യാം, ഇപ്പുറത്തോട്ട് കൊണ്ടുവരാം. അപ്പോൾ എച്ച് ഈക്വൽ ടു 3.14 × 8 × 8. അപ്പോൾ ഇവിടെ ഇൻറ്റു ചെയ്ത് 8 ഇവിടെ വരുമ്പോൾ എന്താവും, ഡിവിഷൻ ആവും. അതുപോലെ തന്നെ ഇവിടെ /2 എന്നുള്ളത് അപ്പുറത്ത് വരുമ്പോൾ എന്താവും, ഇൻറ്റു 2 ആവും. ഓക്കെ ഇത് നമ്മൾ എന്ത് ചെയ്താൽ മതി, നമ്മൾ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം, എച്ച് കിട്ടണം അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ 8 × 8 കൂടെ നമുക്ക് ക്യാൻസൽ ചെയ്യാം. 8 × 8 കൂടെ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഇനിയുള്ളത് എന്താണ്, 3.14 × 8 × 2 നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി, 314 ഇൻറ്റു എത്ര ചെയ്താൽ മതി, നമുക്ക് 8 × 2 16 ചെയ്താൽ മതി അല്ലേ. 16 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം, ആൻസറിലേക്ക് എത്താൻ പറ്റും. ഓക്കെ ആണോ നോക്കിക്കേ, ആ പോയിന്റ്സുകൾ ക്ലിയർ ആണോ നോക്കിയേ, നമ്മൾ എങ്ങനെയാണ് ഇത് ചെയ്തത് നോക്കി. ഇപ്പോൾ പൈയുടെ വാല്യൂ നമ്മൾ ഇതിനകത്ത് അപ്ലൈ ചെയ്തില്ല എങ്കിൽ, എങ്ങനത്തെ ആയിരിക്കും ആൻസർ, നമുക്ക് 16 π എന്ന് നമുക്ക് എഴുതി എന്ത് ചെയ്യാം, ആൻസർ എന്ത് ചെയ്യാം, നമുക്ക് ആൻസർ കംപ്ലീറ്റ് ചെയ്യാം. പൈയുടെ വാല്യൂ നമുക്ക് ഇതിനകത്ത് കൊടുത്തില്ലെങ്കിൽ 16 π എന്ന് പറഞ്ഞെടുക്കാം, എച്ച് ഈക്വൽ ടു 16 π എന്ന് കൊടുക്കാം. ഇതില്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, പൈയുടെ വാല്യൂ നമ്മൾ ഇതിനകത്ത് കൊടുക്കുന്നു എങ്കിൽ എന്ത് ചെയ്യണം, ഇതിനെ 6 കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ അല്ലേ. 6 × 4 = 4, ശിഷ്ടം 2, 1 6 6, 6 2 6 4 24, 24 4, ശിഷ്ടം 2, 1 6 6, 6 2 8, 6 3 18 അല്ലേ, 18 ആണ്. ഇനി അടുത്തത് 1 4 4, 1 1 1, 1 3 3. ഓക്കെ 4 2 1 0 5. ഓക്കെ 2 ഡെസിമൽ മാറ്റി അടിച്ചു, 50.24. ഓക്കെ എന്തെന്ന് കിട്ടും, 50.24 ആണ് എന്തെന്ന് പറയുന്നത്, ആറ്റിറ്റ്യൂഡ് എച്ചിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ 16 π എന്ന് നമുക്ക് പറയാം. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. എന്താ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഏരിയ ഓഫ് എ സർക്കുലർ ഗാർഡൻ ഈസ് 2464 സ്ക്വയർ മീറ്റർ. How much distance will have to be covered if you like to cross a garden along its diameter? അപ്പോൾ ദ ഏരിയ ഓഫ് എ സർക്കുലർ ഗാർഡൻ, ഒരു സർക്കുലർ ഗാർഡൻ്റെ ഏരിയ എന്ന് പറയുന്നത് 2464 സ്ക്വയർ മീറ്റർ ആണ് എന്നും, ഹൗ മച്ച് ഡിസ്റ്റൻസ് വിൽ ഹാവ് ടു ബി കവേർഡ് ഇഫ് യു ലൈക്ക് ടു ക്രോസ് ദ ഗാർഡൻ അലോങ് ഇറ്റ്സ് ഡയമീറ്റർ എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ആദ്യം നമുക്ക് തന്നിരിക്കുന്ന പോയിന്റ് എഴുതി വയ്ക്കാം. എന്താ നമുക്ക് തന്നിരിക്കുന്ന പോയിന്റ്, ആ ഗാർഡൻ്റെ ഏരിയ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഗാർഡൻ സർക്കുലർ ഗാർഡൻ ആണെന്ന് പറയുന്നു. സോ ഞാൻ ഗാർഡൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ πr² എന്ന് പറയുന്ന ഇക്വേഷൻ അപ്ലൈ ചെയ്യുന്നു. ഓക്കെ അപ്പോൾ ഞാൻ πr² അപ്ലൈ ചെയ്തു. πr² അപ്ലൈ ചെയ്തപ്പോൾ എനിക്ക് എന്തെന്ന് കിട്ടി, 2464 എന്ന് കിട്ടി അല്ലേ. അപ്പോൾ 2464 എന്ന് പറയുന്നത് ആക്ച്വലി എന്ത് തന്നെയാണ്, ഒരു 11ന്റെ മൾട്ടിപ്പിൾ തന്നെയാണ്. അപ്പോൾ സോ നമ്മൾ പൈയുടെ വാല്യൂ ഇവിടെ നിന്ന് കൊടുക്കണം. ഈ ക്വസ്റ്റ്യനിൽ യൂസ് π ഈക്വൽ ടു 22/7 കേട്ടോ. യൂസ് π ഈക്വൽ ടു 22/7 എന്ന് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നു എന്ന് വിചാരിച്ചോ. കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോക്കണം, നമ്മൾ ഈ പ്രോബ്ലം നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ നോക്കണം. നമുക്ക് തന്നിരിക്കുന്ന πr², അതായത് പൈ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ 11ന്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് നോക്കുക, അല്ലെങ്കിൽ 7ന്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് നോക്കുക. 11ന്റെയോ 7ന്റെയോ മൾട്ടിപ്പിൾ ആണോ എന്ന് നോക്കുക. അല്ലെങ്കിൽ നമുക്ക് മിക്കവാറും നമുക്ക് പൈ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ എന്തായിരിക്കും, അത് 11ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. 11ന്റെ ഡിവിസിബിലിറ്റി റൂൾ നമ്മൾ പഠിച്ചതാണ്. 4 × 8, 6 × 2 8. ഓക്കെ സ്വാഭാവികമായിട്ട് നമുക്ക് ഇവിടെ എന്ത് അപ്ലൈ ചെയ്യാൻ പറ്റും, 22/7 എന്ന് പറയുന്ന വാല്യൂ നമുക്ക് പൈക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അല്ലെങ്കിലും ഈ ക്വസ്റ്റ്യനിൽ എന്ത് തന്നിട്ടുണ്ട്, യൂസ് π ഈക്വൽ ടു 22/7 എന്ന് തന്നെ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 22/7 അല്ല 3.14 ആണ് നമ്മളിവിടെ ആൻസർ ചെയ്യുകയാണെങ്കിൽ ഇവിടുത്തെ ഈ പറയുന്ന വാല്യൂ, ഈ തന്നിരിക്കുന്ന 2464 പകരം നമുക്ക് തരുന്ന വാല്യൂ 314ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസേ മിക്കവാറും എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളൂ. സോ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ആദ്യം 22/7 കൊടുക്കുന്നു. ഓക്കെ പൈയുടെ വാല്യൂ 22/7, r² ഈക്വൽ ടു 2464 എന്നാണ്. സോ ഞാൻ r² എഴുതി. അപ്പോൾ അടുത്തത് 2464 × 7/22 ആണ് അല്ലേ, 7/22 ആണ്.
ഇനി നമുക്ക് എന്ത് ചെയ്യാം, വാല്യൂസൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് നമുക്ക് 2 കൊണ്ട് ക്യാൻസൽ ചെയ്യാം. 2 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ 11 വന്നു, ഇവിടെ 1, ഇവിടെ വന്ന് 2 ആണ്, ഇവിടെ 3 വന്നു, ഇവിടെ എത്ര വന്നു 2 വന്നു. ഓക്കെ, ഇനി നമുക്ക് 11 കൊണ്ട് ക്യാൻസൽ ചെയ്യാം. 11 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് 11 1 വരുന്നത്, ബാക്കി 13 ആണ്. 13 ആകുമ്പോൾ 1 വരുന്നത്, 22 2 വരുന്നത്. ഓക്കെ, അപ്പോൾ R² ഈക്വൽ ടു 112 × 7 ആണ്. 112 × 7 ആണ് വരുന്നത്. അപ്പോൾ therefore R ഈക്വൽ ടു R, ഇത് സാധനം നിങ്ങൾ എന്ത് ചെയ്യില്ല, മൾട്ടിപ്ലൈ ചെയ്യേണ്ട കേട്ടോ. നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യാതെ ചെയ്യുന്നതാണ് കുറച്ചുകൂടെ ബെറ്റർ. മൾട്ടിപ്ലൈ ചെയ്താൽ നമ്മൾ സമയം പോകും. റൂട്ട് ഓഫ് 112 × 7 ആണ്. അത് നിങ്ങൾ എന്ത് ചെയ്യേണ്ട, മൾട്ടിപ്ലൈ ചെയ്യേണ്ട. 112 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം 56 × 2 ആണ് അല്ലേ. 56 × 2 ആണ് 112 എന്ന് പറയുന്നത്. 56 × 2. അപ്പോൾ 7 8 56, 7 × 8 × 2 നോക്കി, 7 56, 56 × 2. ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. ഓക്കെ, × 7 × 7. ഇനി എന്ത് ചെയ്യുക, 2 7 പകരം ഒരു 7 ഓപ്പൺ ചെയ്യുക. 8 2 16, അതെന്ത് കിട്ടും, 4 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് 28, R ഈക്വൽ ടു നമുക്ക് 28 എന്ന് കിട്ടി. ഇനി എന്താ ചോദിച്ചിരിക്കണം, ഡയമീറ്റർ ആണ് ചോദിക്കുന്നത് അല്ലേ. ഗാർഡൻ എലോങ് ഇറ്റ്സ് ഡയമീറ്റർ എന്നാണ് ചോദിക്കുന്നത്. എന്താണ്, എത്ര ഡിസ്റ്റൻസ് അതിൻ്റെ ഡയമീറ്ററിൽ കൂടെയാണ് നമ്മൾ ട്രാവൽ ചെയ്യുന്നതെങ്കിൽ എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യണം എന്നുള്ളതാണ്. സോ റേഡിയസ് ഈക്വൽ ടു 28 ആണെങ്കിൽ ഡയമീറ്റർ എന്തുമായിരിക്കും, 28 × 2 ഈക്വൽ ടു 56 ആയിരിക്കും. 56 മീറ്റർ ആണ് അല്ലേ, സ്ക്വയർ മീറ്റർ. ഓക്കെ, അപ്പോൾ എന്താണ് 56 മീറ്റർ ആണ് എൻ്റെ ഡയമീറ്റർ എന്ന് നമുക്ക് പറയാം. ഓക്കെ, ക്ലിയർ ആണോ നോക്കിക്കേ, ആ ചെയ്ത സ്റ്റെപ്പുകൾ ക്ലിയർ ആണോ നോക്കിക്കേ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോവാം. ദ ഏരിയ ഓഫ് എ സർക്കിൾ ഈസ് ഇൻക്രീസ്ഡ് ബൈ 22 സെൻറ്റിമീറ്റർ when its radius is increased by 1 centimeter. The original radius of the circle is dash എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്കിവിടെ എന്താ പറഞ്ഞേക്കണേ, ആദ്യം ഒരു സർക്കിൾ ഉണ്ടായിരുന്നു അല്ലേ. ആ സർക്കിളിൻ്റെ എന്ത് ചെയ്തു, ഏരിയ ഇൻക്രീസ്ഡ് ബൈ 22 സെൻറ്റിമീറ്റർ. അതായത് ഏരിയ എന്ത് ചെയ്തു, 22 സെൻറ്റിമീറ്റർ ഇൻക്രീസ് ചെയ്തു. വെൻ ഇറ്റ്സ് റേഡിയസ് ഇൻക്രീസ് ബൈ 1 സെൻറ്റിമീറ്റർ, അതായത് 1 സെൻറ്റിമീറ്റർ റേഡിയസ് ഇൻക്രീസ് ചെയ്തപ്പോഴത്തേക്ക് ഏരിയ എന്ത് ചെയ്തു, 22 സെൻറ്റിമീറ്റർ ഇൻക്രീസ് ചെയ്തു എന്നാണ്, സെൻറ്റിമീറ്റർ സ്ക്വയർ ഇൻക്രീസ് ചെയ്തു എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഒറിജിനൽ റേഡിയസ് എന്താണ് എന്നാണ് ചോദിക്കുന്നത്. സോ ലെറ്റ് us കൺസിഡർ ദ റേഡിയസ് ഓഫ് ദ ഒറിജിനൽ, ആദ്യം ഉണ്ടായിരുന്ന സർക്കിളിൻ്റെ റേഡിയസ് ആണ് ഞാൻ പറയുന്നത്. ലെറ്റ് us consider the radius of the circle is R. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, റേഡിയസ് ഓഫ് ദ സർക്കിളിനെ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ സ്മോൾ ലെറ്റർ R കൊണ്ട് നമ്മൾ പറഞ്ഞു, സ്മോൾ ലെറ്റർ R ആണ് പറഞ്ഞു. ഇനി നോക്കുകയാണ്, അതിലും എന്ത് ചെയ്തു, പുതിയ റേഡിയസ്, അതായത് ന്യൂ റേഡിയസ്, പുതിയ റേഡിയസ് എന്ന് പറയുന്നത് സർക്കിൾ എന്ത് ചെയ്തു, ഏരിയ ഇൻക്രീസ് ചെയ്തതിന് ശേഷം അതിൻ്റെ പുതിയ റേഡിയസ് എന്ന് പറയുന്നത്, അതായത് ന്യൂ റേഡിയസ് എന്ന് പറയുന്നത് R+1 ആയിരിക്കും. R+1 സെൻറ്റിമീറ്റർ ആയിരിക്കും. അതുപോലെ ആദ്യത്തത് 6 സെൻറ്റിമീറ്റർ ആയിരുന്നു, പിന്നെന്തായി, അത് R+1 സെൻറ്റിമീറ്റർ ആയിട്ട് മാറി അല്ലേ. അപ്പം നമുക്കറിയാം ഈ രണ്ട്, ഇപ്പോൾ പുതിയ ഏരിയ ആണിത്, ഇത് പഴയ, ഇത് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ ഏരിയ കിട്ടും. ഇത് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, പഴയ ഏരിയ കിട്ടും. ഇതിൻ്റെ ഡിഫറൻസ് ആണ് ആക്ച്വലി എന്ന് പറയുന്നത് 22 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് പറയുന്നത് അല്ലേ. ഇപ്പോൾ സംഭവം അങ്ങനെയല്ലേ. ഇപ്പോൾ എന്ത് ചെയ്തു, ആദ്യം ഒരു സർക്കിൾ ഉണ്ടായിരുന്നു, അതിൻ്റെ റേഡിയസ് എന്താണ്, 6 എന്നായിരുന്നു. എന്ത് ചെയ്തു, പുതിയ സർക്കിളിൻ്റെ റേഡിയസ് R+1 ആണ്. സോ ഇതിൻ്റെ രണ്ടിൻ്റെയും ഏരിയയുടെ ഡിഫറൻസ് ആക്ച്വലി എത്രയായിരിക്കണം, അത് 22 ആയിരിക്കണം അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം, ഇങ്ങനെ പറയാം, R+1, അപ്പോൾ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം πr² ആണ്. അപ്പോൾ R-ൻ്റെ സ്ഥാനത്ത് R+1 ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ഓക്കെ, πr² മൈനസ് πr² ഈക്വൽ ടു എന്തായിരിക്കണം, 22 ആയിരിക്കണം. അപ്പോൾ ഇത് നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, 6 നമുക്ക് കിട്ടും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഞാനൊന്ന് ജസ്റ്റ് ഇതിനെ ഒന്ന് നമ്മൾ സിംപ്ലിഫൈ ചെയ്യാനായിട്ട് പോകുന്നു. പൈ ഇവിടെ ഉണ്ടല്ലേ, പൈ വേണമെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, കോമൺ ആയിട്ട് എടുക്കാം. പൈ എനിക്ക് ഞാൻ കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇനി എൻ്റെ ഉള്ളത് R+1 ദ ഹോൾ സ്ക്വയർ മൈനസ് R² ഈക്വൽ ടു 22 എന്ന് കിട്ടും അല്ലേ. ഇനി എനിക്ക് ഇത് A+B ദ ഹോൾ സ്ക്വയറാണ് കിടക്കുന്നത് അല്ലേ. A+B ദ ഹോൾ സ്ക്വയറാണ്. A+B ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ A² + 2AB+B² ആണ്. സോറി, A+B ദ ഹോൾ സ്ക്വയർ ആണോ A- ആണോ, A+B ദ ഹോൾ സ്ക്വയർ. അപ്പോൾ നമുക്ക് ഒക്കെ എന്ത് ചെയ്യാം, പൈ ഞാൻ കോമൺ ആയിട്ട് എടുത്തു. ഇനി ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്താണ്, R+1 ദ ഹോൾ സ്ക്വയർ. R+1 ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ R² + 2 × R × 1 2AB plus 1² equal minus R². Okay, equal to 22.
നമുക്ക് ഇവിടെ 22 ആയതുകൊണ്ട് എന്താണ് പൈയുടെ വാല്യൂ നമുക്ക് 22/7 എന്ന് തന്നെ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ എന്ത് കൊടുക്കുന്നു, 22/7 എന്ന് കൊടുക്കുന്നു പൈയുടെ വാല്യൂ. അല്ലെങ്കിൽ നോർമൽ കേസിൽ ഇവിടെ എന്താണ്, ഇവിടെ നമുക്ക് 22/7 ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നമുക്ക് 22 തന്നത്. ഇല്ലെങ്കിൽ 314 31.4 അല്ലെങ്കിൽ 3.14 എന്നൊക്കെ നമുക്ക് ക്വസ്റ്റിന് തരുമായിരുന്നു കേട്ടോ. അങ്ങനെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുന്ന നമ്പർ തന്നെ തരുമായിരുന്നു കേട്ടോ. ഇനി ഞാൻ ഇവിടെ ആർ സ്ക്വയർ എഴുതി, പ്ലസ് ഇട്ടു, ഇത് 2r എന്ന് എഴുതി, പ്ലസ് 1 എന്ന് എഴുതി, മൈനസ് ആർ സ്ക്വയർ അല്ലേ, മൈനസ് ആർ സ്ക്വയർ ഈക്വാലിറ്റി 22. അപ്പോൾ എനിക്കിനി നോക്കുകയാണെങ്കിൽ ഈ ആർ സ്ക്വയറും കൂടെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റി, എനിക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റി അല്ലേ, എനിക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റി. ഇനി എൻ്റെ ഉള്ളത് ഇതിനെ എടുത്ത് ഇപ്പുറത്ത് കൊണ്ടുപോകാം. ബാക്കിയുള്ളത് 2r + 1 ആണ്. 2r + 1 ഈക്വൽ ടു 22 ഇൻറ്റു ഇത് ഇപ്പുറത്ത് വരുമ്പോൾ 7/22 ആവും അല്ലേ. 22ഉം 22ഉം എന്ത് ചെയ്യും, ക്യാൻസലായി പോവും. നെക്സ്റ്റ് സ്റ്റെപ്പ് 2r + 1 ഈക്വൽ ടു 7 ആണ് വരുന്നത് അല്ലേ. സോ 2r = 7, ഈ പ്ലസ് ഒന്ന് അപ്പുറത്ത് പോകുമ്പോൾ എന്താവും, മൈനസ് ഉണ്ടാവും. 2r = 6, therefore 2r = 6 ആണെങ്കിൽ r = എന്തായിരിക്കും, 6/2 = 3. ഓക്കെ, ആദ്യത്തെ റേഡിയസ് ആണ് നമ്മൾ സ്മോൾ ലെറ്റർ r എന്ന് എടുത്തിരുന്നത്, അത് തന്നെയാണ് ഇത്രയും നീട്ടി നമുക്ക് 3 എന്ന് കിട്ടി. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ചെയ്തത്, വളരെ സിമ്പിളായിട്ട് നമ്മൾ ചെയ്തു. ഇതിനകത്ത് എന്ത് ചെയ്തു, a+b² എന്ന് പറയുന്ന a+b² a² + 2ab + b² എന്ന് പറയുന്ന സാധനം മാത്രമേ ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുള്ളൂ. വേറെ ഒരു സാധനങ്ങളും ഇതിനകത്ത് അധികമായിട്ട് നമുക്ക് എടുക്കേണ്ടി വന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ആണ്. സാധാരണ നമുക്ക് എക്സാമിനെല്ലാം ഇപ്പം നമുക്ക് ചോദിച്ചുകൊണ്ടിരിക്കുന്ന മോഡൽ ക്വസ്റ്റ്യൻ തന്നെയാണിത് കേട്ടോ. അപ്പോൾ നമുക്ക് എന്താണ് നമ്മുടെ ക്വസ്റ്റ്യൻ, റേഡിയസ് ഓഫ് എ സർക്കിൾ ഈസ് ഇൻക്രീസ് ബൈ 6%, ഏരിയ ഈസ് ഇൻക്രീസ് ബൈ വാട്ട് പെർസെൻറ്റേജ്. റേഡിയസ് ഓഫ് എ സർക്കിൾ ഈസ് ഇൻക്രീസ് ബൈ 6%, റേഡിയസ് എന്ത് ചെയ്തു, 6% ഇൻക്രീസ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഏരിയ എത്ര പെർസെൻറ്റേജ് ഇൻക്രീസ് ചെയ്യും എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, നോക്കാം നമുക്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ട് സർക്കിളിനെ പറ്റി പറയാം കേട്ടോ. ആദ്യം ഉണ്ടായിരുന്ന സർക്കിൾ ഇതാണെന്നും അത് എന്ത് ചെയ്തു, ഇൻക്രീസ് ചെയ്തതിന് ശേഷമുള്ളത് പുതിയതാണെന്നും പറയാം. സോ ആദ്യമുള്ളതിന് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് 100 എന്ന് പറയാം, 100. രണ്ടാമതുള്ളതിന് നമുക്ക് എന്ത് പറയാം, എത്ര പെർസെൻറ്റേജ് ഇൻക്രീസ് ചെയ്ത്, 6% ഇൻക്രീസ് ചെയ്തുകൊണ്ട് നമുക്ക് 106 എന്ന് പറയാം. ഓക്കെ, ഇനി എന്താ ചെയ്യുന്നത്, ഏരിയ എത്ര പെർസെൻറ്റേജ് ഇൻക്രീസ് ചെയ്തു എന്നുള്ളതാണ്. ഇത് ഷോർട്ട് കട്ട് ആണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഇതിൻ്റെ ആൻസറിലേക്ക് പോകാൻ പറ്റും. നമുക്ക് ഷോർട്ട് കട്ടിൽ വളരെ പെട്ടെന്ന് ആൻസറിലേക്ക് പോകാൻ പറ്റും. പക്ഷേ നമുക്ക് ഷോർട്ട് കട്ടല്ല, നമുക്കൊരു ഡിസ്ക്രിപ്റ്റീവ് ലെവലിലാണ് ഇതിൻ്റെ ആൻസറിലേക്ക് പോകേണ്ടത് എങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, നമ്മൾ ഈ സർക്കിളിൻ്റെ, സത്യം പറഞ്ഞാൽ നമ്മൾ ഈ സർക്കിളിൻ്റെ ഏരിയ എന്താണെന്നുള്ളത് കണ്ടുപിടിക്കണം. ഏരിയ, അപ്പോൾ ഞാൻ ഇതിനെന്ത് പറയുന്നു, എ എന്ന് പറയുന്നു. ഓക്കെ, ഇത് ഇൻക്രീസ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ബി എന്ന് പറയുന്നു. ഇനി എത്ര പെർസെൻറ്റേജ് ഇൻക്രീസ് ചെയ്തു എന്ന് ചോദിക്കുകയാണെങ്കിൽ സത്യം പറഞ്ഞാൽ നമ്മളിത് ചെയ്യേണ്ടത് a - b/a × 100 ആണ് നമ്മൾ ചെയ്യേണ്ടത്. ഇത് ചെയ്യുമ്പോൾ a - b അല്ല, b - a കേട്ടോ, b - a × b - a/a, b - a. അപ്പോൾ എത്ര ഇൻക്രീസ് ചെയ്തു കിട്ടും, /a × 100. ഇത് നമ്മൾ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ആൻസർ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു സ്റ്റെപ്പിൽ തന്നെ നമ്മൾ ചെയ്യുന്നു. ആദ്യം എഴുതിയ 100ഉം 106ഉം എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. അല്ലെങ്കിൽ നമ്മൾ 10ഉം നമുക്ക് പിന്നെന്താണ്, നമ്മൾ 6% ഇൻക്രീസ് ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടാണെന്നേക്കാട്ടും നല്ലത് കുറച്ചുകൂടെ 100ഉം 106 വെച്ച് നമ്മളങ്ങ് പ്രോബ്ലം ചെയ്ത് കൊടുത്താൽ മതി അല്ലേ. അപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് ആദ്യത്തെ ഏരിയ ഒരുമിച്ച് അങ്ങ് ചെയ്യാം. ഇത് എത്രയും സാധനത്തിന് നമുക്ക് ഒരുമിച്ച് അങ്ങ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യം ബിയുടെ സർക്കിളിൻ്റെ ഏരിയ ആണ് വേണ്ടത് അല്ലേ. ബിയുടെ സർക്കിളിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എന്തായിട്ടും πr² ആണ്, π × 106 അല്ലേ, 106 അത് ഹോൾ സ്ക്വയർ പ്ലസ് ആണ്, എന്താണ് πr² ആണ്, πr² മൈനസ് അടുത്ത രണ്ടാമത്തെ സർക്കിളിൻ്റെ ഏരിയ അതെന്താണ്, π × 100 അല്ലേ, 100 ദ ഹോൾ സ്ക്വയർ അല്ലേ, ബൈ πr² മൈനസ് πr² അല്ലേ. നമ്മൾ എന്ത് ചെയ്തു, മൈനസ് ചെയ്തു. ഇനി ആരതാണ് വേണ്ടത്, ഇതിൽ നിന്ന് എത്ര പെർസെൻറ്റേജ് ഇൻക്രീസ് ചെയ്തെന്നാണ് ചോദിക്കുന്നത്. സോ π എത്ര, 100 ദ ഹോൾ സ്ക്വയർ. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, നമുക്ക് ആൻസറിലേക്ക് പോകാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുകയാണെങ്കിൽ എനിക്ക് ഇതിൽ നിന്ന് എന്ത് ചെയ്യാം, നമുക്ക് π നമുക്ക് കോമൺ ആയിട്ട് എടുക്കാം. × 100 കൂടിയുണ്ട് കേട്ടോ. എത്ര പെർസെൻറ്റേജ് ഇൻക്രീസ് ചെയ്തു, പെർസെൻറ്റേജിലേക്കല്ലേ നമ്മൾ കൺവേർട്ട് ചെയ്യുക. സോ × 100 കൂടിയുണ്ട്. അപ്പോൾ നമുക്ക് π നമ്മൾ കോമൺ ആയിട്ട് എടുത്തു. π നമ്മൾ കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ 106 ദ ഹോൾ സ്ക്വയർ മൈനസ് 100 ദ ഹോൾ സ്ക്വയർ ബൈ π × 100 ദ ഹോൾ സ്ക്വയർ × 100. ഇത് നമ്മൾ സിംപ്ലിഫൈ ചെയ്യണം അല്ലേ. അപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ
ഇവിടെ ഒരു പൈ ഉണ്ട്, ഈ പൈയും കൂടെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. ഇനിയുള്ളത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ്. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഉണ്ട്, ഇവിടെ എന്തുണ്ട്, ഇവിടെ ഒരു എ സ്ക്വയർ, ഇവിടെ ഒരു ബി സ്ക്വയറും കിടപ്പുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ കിട്ടും, അത് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ആണ്. 106 മൈനസ് 100 അല്ലേ, 100 എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി, 106 പ്ലസ്, അപ്പോൾ 106 മൈനസ് 100 ബൈ എന്ത് 100 ഇൻറ്റു 100. ഓക്കെ, സോറി 100 ഇൻറ്റു 100, 200 വരും. ഓക്കെ, 100 സ്ക്വയർ ആകുമ്പോൾ 100 ഇൻറ്റു 100. ഇനി നമുക്ക് ഇത് 106 അല്ലേ, 106 206 ഇൻറ്റു എത്ര കിട്ടും, 106 ആകുമ്പോൾ 6 ബൈ ഈ 100 കൂടെ നമുക്ക് ക്യാൻസൽ ചെയ്യാം, ബാക്കി ഇവിടെ 100 ഉണ്ട് അല്ലേ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് വേണമെങ്കിൽ നമുക്കിതിനെ നമുക്ക് ഒരു 0 ഉണ്ട്, നമുക്ക് വേണമെങ്കിൽ നമുക്ക് ക്യാൻസൽ ചെയ്യാം. അതിനെക്കാട്ടി നല്ലത് ഇവിടെ 2 ഡെസിമൽ മാറ്റി അടിച്ചാൽ മതി. 206നെ 6 കൊണ്ട് നമ്മൾ ഇൻറ്റു ചെയ്തതിന് ശേഷം 2 ഡെസിമൽ മാറ്റി അടിച്ചാൽ മതി കേട്ടോ. അപ്പോൾ 206 ഇൻറ്റു 6, 6 2 12, ശിഷ്ടം 1 1, സോറി 6 6 36, 6 ശിഷ്ടം 3 3 ഇവിടെ വരുന്നത്, 6 2 12. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടുന്നത് 1 2 3 6 ബൈ 100. സോ ആൻസർ 12.36% എന്ത് ചെയ്തു, ഇൻക്രീസ് ചെയ്തു എന്നാണ് കിട്ടുന്നത്. 12.36% ഇൻക്രീസ് ചെയ്തു. നല്ലൊരു ക്വസ്റ്റൻ ആണ് കേട്ടോ, അത്യാവശ്യം കൊള്ളാവുന്ന ഒരു ക്വസ്റ്റൻ ആണ്. റേഡിയസ് ഓഫ് എ സർക്കിൾ ഈസ് ഇൻക്രീസ് ബൈ 6%, ഏരിയ ഈസ് ഇൻക്രീസ് ബൈ വാട്ട് പെർസെൻറ്റേജ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ പൈ ആർ സ്ക്വയർ മൈനസ് പൈ ആർ സ്ക്വയർ ബൈ പൈ ആർ സ്ക്വയർ ഇൻറ്റു എന്ത് തന്നെയാണ്, 100 തന്നെയാണ്. അതായത് ഇത് ആദ്യം ഉണ്ടായിരുന്ന സർക്കിളിൻ്റെ ഏരിയ, അതിൽ നിന്ന് എന്ത് ചെയ്തു, റേഡിയസ് ഇൻക്രീസ് ചെയ്തപ്പോൾ എന്ത് ചെയ്തു, സർക്കിൾ ഇത്ര വലുതായി അല്ലേ. ഇതിൽ നിന്ന് എത്ര പെർസെൻറ്റേജ് ഇൻക്രീസ് ചെയ്തു എന്നാണ് ചോദിക്കുന്നത്. സോ അതിൻ്റെ ഏരിയ ആണ് ഡിനോമിനേറ്ററിലായിട്ട് വരേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ ചെയ്തത്, എ സർക്കിൾ ബി സർക്കിളിലോട്ട് മാറി. അപ്പോൾ ബി മൈനസ് എ ഏരിയ ആണ് നമ്മൾ ചെയ്യേണ്ടത്, ഡിവൈഡഡ് ബൈ എന്ത്, നമ്മുടെ എ സർക്കിൾ ഇൻറ്റു എന്തായിരിക്കണം, 100 ആയിരിക്കണം. ഇതിപ്പോൾ നമ്മൾ പെർസെൻറ്റേജിലോട്ട് കൺവേർട്ട് ചെയ്ത് ആൻസറിലേക്ക് പോകാൻ പറ്റി. ഇതാണ് മെത്തേഡ്, ഇതാണ് ഇതിൻ്റെ ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക്, അപ്പോൾ ഇവിടെ നമുക്ക് 12.36% ഇൻക്രീസ് ചെയ്തു എന്നാണ് നമുക്ക് ആൻസറിലേക്ക് എത്താൻ കഴിഞ്ഞത്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോകാം. ഇഫ് ദ റേഡിയസ് ഓഫ് സർക്കിൾ ഈസ് ഡിക്രീസ് ബൈ 10%, ദെൻ ദ ഏരിയ ഓഫ് ദ സർക്കിൾ ഡിക്രീസ് ബൈ, നേരത്തെ ഇൻക്രീസ് ആണ് നമ്മൾ ചെയ്തെങ്കിൽ അതുപോലെ ഒരു ഡിക്രീസിൻ്റെ ക്വസ്റ്റിനും കൂടെ നമുക്ക് നോക്കാം. ആദ്യം ഒരു സർക്കിൾ ഉണ്ടായിരുന്നു, പിന്നെ അത് എന്ത് ചെയ്തു, അത് ഏരിയ എന്ത് ചെയ്തു, ഡിക്രീസ് ചെയ്തു. സോറി, നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം നമുക്ക് എന്താണ്, ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ ഈസ് ഡിക്രീസ് ബൈ 10%. അപ്പോൾ ആദ്യം എത്രയായിരുന്നു, 100 ആയിരുന്നു, ഇപ്പോൾ അത് എത്രയായി, അത് 90 ആയിട്ട് മാറി അല്ലേ, 90. അപ്പോൾ എത്ര പെർസെൻറ്റേജ് ഡിക്രീസ്, സ്വാഭാവികമായിട്ട് നമ്മൾ അവിടെ എന്താ സംഭവിക്കാൻ പോണേ, ഡിക്രീസ് തന്നെയാണ് അവിടെ എന്ത് ചെയ്യാണ്, നമുക്ക് അവിടെ സംഭവിക്കാനായിട്ട് പോകുന്നത്. എത്ര പെർസെൻറ്റേജ് ഡിക്രീസ് ചെയ്തു എന്നുള്ളതാണ് നമ്മളവിടെ എന്ത് ചെയ്യാൻ പോകുന്നത്. ഇത് ആദ്യം ഉണ്ടായിരുന്ന എ എന്ന് പറയുന്ന സർക്കിള്, ഇത് ബി എന്ന് പറയുന്ന സർക്കിള്, എത്ര പെർസെൻറ്റേജ് ഡിക്രീസ് ചെയ്തു എന്നാണ് നമ്മൾക്ക് അവിടെ എന്ത് ചെയ്യുന്നത്, നമുക്കിവിടെ ആൻസർ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതിൽ നിന്ന് എത്ര പെർസെൻറ്റേജ് ഡിക്രീസ് ചെയ്തു, അപ്പോൾ നമുക്ക് എ എഴുതി മൈനസ് ബി ആണ്, ബൈ എന്താണ് വരേണ്ടത്, എ ആണ് വരേണ്ടത്. എന്തുകൊണ്ട്, ഇതിൽ നിന്ന് എത്ര പെർസെൻറ്റേജ്, അത് ഇതിൽ നിന്ന് എത്ര ഇങ്ങോട്ട് ഇൻക്രീസ് ചെയ്യുന്നതാണ് ചോദിക്കുന്നത്. ഈ ആദ്യം എന്തായിരുന്നോ അതാണ് ഡിനോമിനേറ്ററിൽ വരേണ്ടത്, ആദ്യം എന്തായിരുന്നോ അതാണ് ഡിനോമിനേറ്ററിൽ വരുന്നത്. അതിൽ നിന്ന് എത്ര പെർസെൻറ്റേജ് ഡിക്രീസ് ചെയ്തു, ഡിക്രീസ് ചെയ്തത് നമുക്കിവിടെ നെഗറ്റീവിൽ വരും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം, നേരെ തിരിച്ചിട്ട് നമ്മൾ ചെയ്തു കൊടുത്താൽ മതി. എ മൈനസ് ബിയിൽ ചെയ്യുകയാണെങ്കിൽ ഡയറക്റ്റ്ലി നമുക്ക് എന്ത് ചെയ്യും, ഡിക്രീസ് പെർസെൻറ്റേജ് തന്നെ നമുക്ക് ആൻസറിലേക്ക് വരും. ഓക്കെ, നമുക്ക് ജസ്റ്റ് നമുക്കൊന്ന് ചെയ്തു നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് എ സർക്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അവിടെ വന്നിട്ട് പൈ ആർ സ്ക്വയർ ആണ്. ആർ സ്ക്വയർ എന്ന് പറയുമ്പോഴത്തേക്ക് 100ൻ്റെ സ്ക്വയർ, 100ൻ്റെ സ്ക്വയർ മൈനസ് അടുത്തത് പൈ 90യുടെ സ്ക്വയർ അല്ലേ, 90യുടെ സ്ക്വയർ ബൈ എന്തിടുന്നു നമ്മൾ. അടുത്തത് എന്താണ്, ഇത് നമുക്ക് ആദ്യത്തെ സർക്കിളിൻ്റെ ഏരിയ, ആദ്യത്തെ സർക്കിളിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയായിരിക്കും, പൈ ഇൻറ്റു എന്തായിരിക്കും, എ ആണ് അവിടെ കൊടുക്കുന്നത്. നമുക്ക് എക്സ് സ്ക്വയറൊക്കെ കൊടുത്ത് ചെയ്യാം, ഫ്രാക്ഷനിലൊക്കെ ചെയ്യാം. നമ്മൾ വാല്യൂസ് കൊടുത്ത് ചെയ്യുന്നതാണ് എന്താണ് കുറച്ചുകൂടെ ബെറ്റർ എന്ന് പറയുന്നത് കേട്ടോ. ശരി, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ പൈ എഴുതിയതിന് ശേഷം നമുക്ക് വീണ്ടും എത്രയാണ്, 100ൻ്റെ സ്ക്വയർ ആണ് പറയേണ്ടത് അല്ലേ, 100ൻ്റെ സ്ക്വയർ. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, പൈ കോമൺ ആയിട്ട് എടുക്കാം. പൈ കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ അടുത്തത് 100 സ്ക്വയർ മൈനസ് 90 സ്ക്വയർ ആണ് ചെയ്യേണ്ടത് ബൈ എന്തായിരിക്കണം, ഇവിടെ പൈ ആണ്, പൈ 100ൻ്റെ സ്ക്വയർ. ഓക്കെ, പൈയും നമ്മൾ ക്യാൻസൽ ആയിപ്പോയി. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ്, എ പ്ലസ് ബി ഇൻറ്റു 100 പ്ലസ് 90 ഇൻറ്റു 100 മൈനസ് 90 ബൈ 100 ഇൻറ്റു 100. പെർസെൻറ്റേജിലോട്ട് കൺവേർട്ട് ചെയ്യുക, എല്ലാത്തിനും എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിരിക്കണം, 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിരിക്കണം കേട്ടോ.
ഓക്കെ, ഈ 100 ക്യാൻസലായി പോവും. ഓക്കെ, ഇത് നമുക്ക് ചെയ്യുമ്പോഴത്തേക്ക് 190 ഇൻറ്റു എത്രയാണ് 10/100 അല്ലേ. ഈ 0 ഈ 0 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ളത് 19%. ഇവിടെ ഡിക്രീസ് ആണ് സംഭവിച്ചിരിക്കുന്നത്. സോ എന്ത് തന്നെയായിരിക്കും, ഡിക്രീസ് ആയിരിക്കും. 19% ഡിക്രീസ്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് അല്ലെങ്കിൽ നമുക്ക് സക്സസീവ് ഇൻക്രീസിൻ്റെയും സക്സസീവ് ഡിക്രീസിൻ്റെയും ഇക്വേഷൻസ് ഒന്ന് അപ്ലൈ ചെയ്യാം. അതിനേക്കാളും കുറച്ചുകൂടെ ബെറ്റർ നമ്മളിങ്ങനെ ചെയ്യുന്നതാണ്. ഞാൻ ആ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ പ്രോബ്ലം ചെയ്യുന്നതാണ് കുറച്ചുകൂടെ ബെറ്റർ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. 2 circles touch each other externally. The sum of their area is 130 square centimeter. And the distance between their area is 14 centimeter, the radius of the smaller circle. ഇത് 130 pi square centimeter എന്നാണ് കേട്ടോ. പൈ കൂടി കൊടുക്കണം കേട്ടോ. 130 pi square centimeter എന്നാണേ. ഏരിയ നമുക്ക് തന്നിരിക്കുന്നത് 130 pi square centimeter. എന്നാലേ നമുക്ക് ആൻസറിലേക്ക് ഈസി ആയിട്ട് പോകാൻ പറ്റത്തുള്ളൂ. 130 pi എന്നാണ് കേട്ടോ ക്വസ്റ്റ്യനിലുണ്ട്. ഓക്കെ, അത് ഇവിടെ ടൈപ്പിംഗ് എററാണ്. 130 pi square centimeter. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സമ്മ് മൊത്തത്തിൽ നമുക്ക് എത്രയും നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് 14 സെൻറ്റിമീറ്റർ എന്നാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. സോ നമുക്ക് ചെറിയ സർക്കിളിൻ്റെ റേഡിയസിനെ എക്സ് എന്നും വലിയ സർക്കിളിൻ്റെ റേഡിയസിനെ നമുക്ക് എന്ന് പറയാം 14 - x എന്നും പറയാം. എത്രയെന്ന് പറയാം, 14 - x എന്നും പറയാം. അപ്പോൾ ചെറിയ സർക്കിളിൻ്റെ റേഡിയസിനെ സ്മോൾ ലെറ്റർ എക്സും അതുപോലെ തന്നെ വലിയ സർക്കിളിൻ്റെ റേഡിയസിനെ നമുക്ക് 14 - x എന്നും പറയാം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് എങ്കിൽ നമുക്ക് വലുതിൻ്റെ ഏരിയ പ്ലസ് ചെറുതിൻ്റെ ഏരിയ, വലുതിൻ്റെ ഏരിയയും ചെറുതിൻ്റെ ഏരിയയും കൂടെ പ്ലസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം, 130 pi കിട്ടണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വലുതിൻ്റെ ഏരിയ πr² ആണ്. പൈ ഇൻറ്റു ആർ, ആറിൻ്റെ സ്ഥാനത്ത് 14 - x ദ ഹോൾ സ്ക്വയർ പ്ലസ് ചെറുതിൻ്റെ ഏരിയ πx² ആണ്. ഓക്കെ, πx² ഈക്വൽ ടു എന്ന് പറയാം 130 pi എന്ന് പറയാം അല്ലേ. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, പൈ നമുക്ക് ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് കോമൺ ആയിട്ട് എടുക്കാം. അപ്പോൾ 14 - x ദ ഹോൾ സ്ക്വയർ പ്ലസ് x² ഈക്വൽ ടു 130 pi ആണ്. പൈനെയും നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇവിടെ വെച്ച് എന്ത് ചെയ്യാം, നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഓക്കെ, പൈ ഞാനിവിടെ എന്ത് ചെയ്തു, ഞാനിവിടെ കോമൺ ആയിട്ട് എടുക്കുകയാണ് ചെയ്തത് അല്ലേ. കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, പൈയും കൂടി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും. ബാക്കി അടുത്ത് 14 - x ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തായിരിക്കും, അത് a - b ദ ഹോൾ സ്ക്വയർ ആണ്. അതായത് a² - 2ab പ്ലസ് b² ആണ് അല്ലേ. അപ്പോൾ നമുക്ക് അതിലോട്ട് മാറ്റാം. 14 എന്താണ്, 14ൻ്റെ സ്ക്വയർ മൈനസ് 2ab, 2 ഇൻറ്റു 14 ഇൻറ്റു x 2ab പ്ലസ് x² പ്ലസ് x² ഈക്വൽ ടു 130. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് എന്താണ് 14ൻ്റെ സ്ക്വയർ 196 ആണ്. 196 എഴുതി മൈനസ് എന്ന് എഴുതാം. ഇത് നമുക്ക് 28x എന്ന് എഴുതാം പ്ലസ് 2x² ആണ് ഈക്വൽ ടു 130. ഓക്കെ, ഇനി എന്ത് ചെയ്യാം, നമുക്ക് 130 കൂടെ എടുത്ത് ഇപ്പുറത്ത് കൊണ്ടുവരാം. അപ്പോൾ എന്നിട്ട് ഓട്ടിൽ എഴുതാം 2x² മൈനസ് 28x ദെൻ 196 ഇവിടെ ഉണ്ടല്ലേ. 190 പ്ലസ് 196 മൈനസ് 130 ഈക്വൽ ടു എന്ത് 0 എന്ന് വരും അല്ലേ. ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിൽ 2x² മൈനസ് 28x അല്ലേ. 28x ഇത് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, നമുക്ക് പ്ലസ് 66 ഈക്വൽ ടു 0 എന്ന് വരുന്നു. ഇനി നമുക്ക് മൊത്തത്തിൽ ഇക്വേഷൻ എന്ത് ചെയ്യാം, 2 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ എന്ത് കിട്ടും, x² എന്ന് കിട്ടും മൈനസ് 14x അല്ലേ. 14x ഇവിടെ എന്ത് വരും, പ്ലസ് 33 ഈക്വൽ ടു 0. നമുക്ക് സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡിൽ നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, ആൻസർ കണ്ടുപിടിക്കാം. സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് നിങ്ങൾക്ക് അത്യാവശ്യം അറിയാം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാം, സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡിലേക്ക് ഇതിനെ കൊണ്ടുപോയി ആൻസർ കണ്ടുപിടിക്കാം. അപ്പോൾ സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് ഇവിടെ തന്നെ എഴുതാം. ഓക്കെ, ഇവിടെ എഴുതാം, വേറൊരു കളറിൽ എഴുതാം. അപ്പോൾ എന്ത് ചെയ്യും, അത് കുറച്ചുകൂടെ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡിൽ തന്നെ ചെയ്യാം. അപ്പോൾ x² എന്താ ഇക്വേഷൻ, x² മൈനസ് 14x പ്ലസ് 33 ഈക്വൽ ടു 0 ആണ് അല്ലേ. ഇപ്പോൾ നമുക്ക് എന്താ വേണ്ടത്, എക്സിൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് തന്നെ അപ്ലൈ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ x² പ്ലസ് 14x മൈനസ് 33 ആവും അല്ലേ. ഇവിടെ പ്ലസ് 7ൻ്റെ സ്ക്വയർ പ്ലസ് 7ൻ്റെ സ്ക്വയർ എന്താണ്, എക്സിൻ്റെ കോഎഫിഷ്യൻ്റെ പകുതിയാണ് എടുക്കേണ്ടത്. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള മെത്തേഡാണ്. അപ്പോൾ x - 7 ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു x - 7 ദ ഹോൾ സ്ക്വയർ എന്നാവും. a² മൈനസ് 2ab പ്ലസ് b² ആണ്. അപ്പോൾ എന്താണ് x - 7 ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു മൈനസ് 33യും 49ഉം. അപ്പോൾ 49 നമുക്ക് 33 മൈനസ് ചെയ്യാം. ഇവിടെ നിന്ന് കിട്ടും, ഇവിടെ നമുക്ക് 3 എന്നും കിട്ടും. സോറി 3 എന്നല്ല, ഇവിടെ 6 എന്ന് കിട്ടും, ഇവിടെ 1 എന്ന് കിട്ടും. നമുക്ക് 16 എന്നാണ് വരുന്നത്.
സോ എക്സ് മൈനസ് 7 ഈക്വൽ ടു റൂട്ട് ഓഫ് 16 ആണ്. സോ എക്സ് മൈനസ് 7 ഈക്വൽ ടു എത്ര എന്ന് എഴുതാം? 4 എന്ന് എഴുതാം. സോ എക്സ് ഈക്വൽ ടു 4 എന്താണ് ഇപ്പുറത്ത് വന്നപ്പോഴത്തേക്ക് ഇവിടെ ആക്ച്വലി എന്തൊരു 4 ഓർ 4ഉം വരാം, പിന്നെ എന്ന് പറയാം -4ഉം വരാം, രണ്ടും വരാം അല്ലേ. 4ഉം വരാം -4ഉം വരാം. അപ്പോൾ നമുക്ക് ആദ്യം ഏത് വാല്യൂ ആണ് നമുക്ക് നോക്കാം. 4 ആണെന്ന് നോക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? 7 എടുത്ത് ഇപ്പുറത്ത് കൊണ്ടുവരുമ്പോൾ സംഭവിക്കും, 7 ഇപ്പുറത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് +7 ആവും. +7 11 എന്ന് വന്നു. ഓർ പിന്നെ എന്ത് പറയാം? എക്സ് ഈക്വൽ ടു നമുക്ക് -4 ആണെങ്കിൽ -4 വന്നിട്ട് എന്ത് ചെയ്യും? നമുക്ക് ഇപ്പുറത്ത് വരുമ്പോഴത്തേക്ക് +7 നമുക്ക് എന്ത് വരും? 3 എന്ന് വരും. ഓക്കെ, 3. അപ്പോൾ 11ഉം വന്നു 3ഉം വന്നു. അപ്പോൾ ആൻസർ എന്തായിരിക്കും? 11 വരാം, എന്തും വരാം, 3ഉം വരാം. 2 വന്നാലും എന്ത് കിട്ടും? ആൻസർ കിട്ടും. അപ്പോൾ 11 വന്നു 3ഉം വന്നു. അപ്പോൾ 11 വന്നു 3 വന്നു, 2 വന്നാലും ആൻസർ ആവാം. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്, നമ്മളിവിടെ സ്മാളർ സർക്കിളിൻ്റെ റേഡിയസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ 11 എടുക്കുമോ 3 എടുക്കുമോ നോക്ക്. ഈ സർക്കിളിന് അപ്പോൾ നമ്മൾ എന്ത് മനസ്സിലാക്കണം? ഇവിടെ 2 സർക്കിൾ ഉണ്ടെന്നുള്ള കാര്യം നമുക്കറിയാം. നമുക്കിവിടെ 11ഉം 3ഉം ആൻസർ ആയിട്ട് വന്നു. ഒക്കെ ഒന്നുകിൽ എന്തെടുക്കാം? 11 എടുക്കാം, ഇല്ലെങ്കിൽ എന്തെടുക്കാം? 3 എടുക്കാം എന്നുള്ളതാണ് കിട്ടിയത്. അപ്പോൾ നമ്മളിവിടെ നോക്കണം, സ്മാളർ സർക്കിളിൻ്റെ റേഡിയസ് നമ്മൾ എന്തായിട്ട് എടുക്കുക? നമ്മൾ 3 ആയിട്ട് എടുക്കുകയാണെങ്കിൽ വലിയ സർക്കിളിൻ്റെ റേഡിയസ് എന്തായിരിക്കും? 7 ആയിരിക്കും. കണ്ടില്ലേ? സോറി 7 അല്ല, 11 ആയിരിക്കും. എത്രയായിരിക്കും? 11. ഇത് രണ്ടും കൂടെ പ്ലസ് ചെയ്യുമ്പോൾ എന്ത് വരെയും വേണം? 14 ആവുകയും വേണം. അപ്പോൾ സ്മാളർ സർക്കിളിൻ്റെ റേഡിയസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ 11 എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിൻ്റെ വാല്യൂ ഞാൻ എന്ത് ചെയ്തു? 11 എടുത്തു എന്ന് വിചാരിച്ചോ. ഇതിൻ്റെ വാല്യൂ ഞാൻ 11 എടുത്തു കഴിഞ്ഞാൽ ഇപ്പുറത്ത് എന്തായി പോകും? 3 ആയി പോകും. അപ്പോൾ ഇത് എന്താണ്? ഇതാണ് സ്മോളർ സർക്കിൾ. അപ്പോൾ എപ്പോഴും സ്മോളർ സർക്കിളിൻ്റെ റേഡിയസ് അവിടെ നിന്നായിരിക്കും? നമ്മുടെ ചെറിയ റേഡിയസ് തന്നെയായിരിക്കും. എത്ര തന്നെയായിരിക്കും? 3 ആയിരിക്കും. 3 സെൻറ്റിമീറ്റർ ആണ് നിങ്ങളിവിടെ ആൻസർ ആയിട്ട് നിങ്ങൾ സ്മോളർ സർക്കിളിൻ്റെ റേഡിയസ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടത്. 11 എടുത്തു പോയി കഴിഞ്ഞാൽ അത് വലിയ സർക്കിളിൻ്റെ റേഡിയസ് ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോവാം. സെയിം മോഡലുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. ദ സം ഓഫ് ദ ഏരിയ ഓഫ് 2 സർക്കിൾസ് വിച്ച് ടച്ചസ് ഈച്ച് അതർ എക്സ്റ്റേണലി ഈസ് 153 പൈ. Then the sum of their radii is 15. Find the ratio of their larger to the smaller radius. ലാർജറിനും എന്താണ് സ്മോളറിൻ്റെയും എന്താണ് നമ്മുടെ റേഡിയസിൻ്റെ റേഷ്യോ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നേരത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? നമുക്ക് റേഡിയസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. പക്ഷേ ഇവിടെ എന്താണ്? റേഷ്യോ ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? നമുക്ക് ആൻസറിലേക്ക് പോകേണ്ടത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് നമുക്കൊന്ന് ചെയ്തു നോക്കാം എങ്ങനെയാണ് ഇതിൻ്റെ ആൻസറിലേക്ക് പോകാൻ പറ്റും നോക്കാം. ആദ്യം ഞാൻ എന്താ ചെയ്യുന്നത്? ഞാൻ ഇതിൻ്റെ റേഡിയസിൻ്റെ സം എനിക്ക് ഓൾറെഡി എത്രയും തന്നിട്ടുണ്ട്? എനിക്ക് 15 എന്ന് തന്നിട്ടുണ്ട്. സോ R1 ഉണ്ട് R2 ഉണ്ട് അല്ലേ. ഞാൻ ഒന്നിനെ എന്ത് ചെയ്തു? എക്സ് എന്ന് എടുക്കുന്നു. അപ്പോൾ രണ്ടാമത്തെ സ്വാഭാവികമായിട്ട് എന്തായിരിക്കും? 15 - x ആയിരിക്കും അല്ലേ. 15 - x ആയിരിക്കും അല്ലേ. 15 - x. അപ്പോൾ ഏരിയ നമുക്ക് 153 പൈ എന്നാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആൻസറിലേക്ക് പോവാം. എങ്ങനെയാണ് നമുക്കിത് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ആദ്യം എന്ത് ചെയ്തു? ഇതിൻ്റെ ശരിക്കുള്ള സ്റ്റെപ്പ് എങ്ങനെയാണ്? പൈ R1 the whole square plus pi R2 the whole square equal to 153 പൈ എന്നാണ് ക്വസ്റ്റ്യന് വരേണ്ടത്. ഇതാണ് നമുക്ക് തന്നിരിക്കുന്നത്. രണ്ട് എന്തെണ്ണത്തിൻ്റെയും കൂടെ ഏരിയയുടെ സം എന്ന് പറയുന്നത് 153 പൈ എന്നാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിരിക്കുന്നത്. അതാണ് ഞാനിവിടെ എഴുതി വെച്ചതും. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് നോക്കാം. അപ്പോൾ ഇതിൽ R1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയെന്ന് എടുത്തിട്ടുണ്ട്? 15 - x എടുത്തത് അല്ലേ. അപ്പോൾ ഇതിനകത്ത് പൈ ഞാൻ കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ബാക്കി വരുന്നത് R1 സ്ക്വയർ പ്ലസ് പൈ R സ്ക്വയർ കേട്ടോ. ഇത് ഈ പൈക്ക് എന്തില്ല? R സ്ക്വയർ ഇല്ല കേട്ടോ. പൈ R1 സ്ക്വയർ പ്ലസ് R2 സ്ക്വയർ ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 153 പൈ ആണ്. പൈയും എന്തായിപ്പോയി? ക്യാൻസൽ ആയിപ്പോയി അല്ലേ. അപ്പോൾ ഇതിൽ R1 എന്ന് പറഞ്ഞാൽ എത്രയെന്ന് എനിക്കറിയാം. അത് 15 - x ദ ഹോൾ സ്ക്വയർ ആണ്. അടുത്തത് എന്താണ്? R2 എന്ന് പറഞ്ഞാൽ നമ്മൾ എത്രയെന്ന് എടുത്തിട്ടുണ്ട്? x എന്ന് തന്നെ എഴുതിയിട്ടുണ്ട് അല്ലേ. x സ്ക്വയർ അല്ലേ ഈക്വൽ ടു 153 എന്നാണ്. അപ്പോൾ നമുക്ക് ഇതിനെ എന്ത് ചെയ്യാം? ഇവിടെ നമുക്ക് a സ്ക്വയർ അല്ലേ. 15ൻ്റെ സ്ക്വയർ മൈനസ് 15 × 2ab അല്ലേ. 15 × 2 × 2a എടുത്തു, b എടുത്തു, x ആണ്. 2ab പ്ലസ് b സ്ക്വയർ x സ്ക്വയർ ആണ് പ്ലസ് x സ്ക്വയർ ആണ് ഈക്വൽ ടു 153. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇത് ചെയ്യുമ്പോൾ നമുക്ക് 225 ആവും. മൈനസ് ഇത് 30x ആയിരിക്കും. ദെൻ പ്ലസ് 2x സ്ക്വയർ ആണ്. എന്താണ്? -153 ഈക്വൽ ടു 0 അല്ലേ. ഇവിടെ നമുക്ക് ഓർഡർ എഴുതുമ്പോൾ 2x സ്ക്വയർ അതുപോലെ തന്നെ 2x സ്ക്വയർ വരും, -30x വരും. -30x ആണ്. ദെൻ ഈ 225ൽ നിന്ന് 153 മൈനസ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും?
2 വന്നു. ദെൻ 22 22 നിന്ന് 15 പോകുമ്പോഴത്തേക്ക് എത്ര കിട്ടും? നമുക്ക് 72 ആണ് വരുന്നത് അല്ലേ? 72 ആണ് അല്ലേ? 72 ആണ്. ഓക്കെ, 72 ആണോ? യെസ്, അതെ, നമുക്ക് 72 ആണ് വരുന്നത്. പ്ലസ് 72 ഈക്വൽ ടു 0. ഓക്കെ, ഇക്വേഷനെ മൊത്തത്തിൽ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യാം? നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ എക്സ് സ്ക്വയർ ആവും. ദെൻ മൈനസ് 15x ആണ്, പ്ലസ് 36 ആണ്. 36 ഈക്വൽ ടു 0 ആണ് വന്നിരിക്കുന്നത്. ഒന്നിൽ നമുക്ക് എന്താണ് സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡിലോ അല്ലെങ്കിൽ നമുക്ക് എന്താണ് നമ്മുടെ സ്പ്ലിറ്റ് മെത്തേഡിലോ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ആൻസറിലേക്ക് പോകാൻ പറ്റും അല്ലേ? അപ്പോൾ നമുക്കിവിടെ നമുക്ക് തന്നിരിക്കുന്നത് 36 ആണ്. നമുക്ക് തന്നിരിക്കുന്നത് 36 വെച്ചുകൊണ്ട് നമുക്ക് ഏതൊക്കെ നമ്പേഴ്സിൻ്റെ സമ്മും പ്രോഡക്റ്റ് എടുത്താണ് നമ്മൾ നോക്കേണ്ടത്? നമുക്കിവിടെ 36 ആണ്. 36 ആകുമ്പോൾ നമുക്ക് ഏതിൻ്റെയൊക്കെ നമ്പർ പോസിറ്റീവ് ആണ് വന്നിരിക്കുന്നത്. സോ നമുക്കിവിടെ എടുക്കാൻ പറ്റുന്നത് സ്പ്ലിറ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ, സ്പ്ലിറ്റ് മെത്തേഡ് ആണെങ്കിൽ ഇതെന്തായിരിക്കണം? ഇത് നമുക്ക് പ്രോഡക്റ്റായിട്ട് വരണം. ദെൻ ഇത് നമുക്ക് എന്തായിട്ട് വരണം? സമ്മായിട്ട് വരണം അല്ലേ? സമ്മ് നമുക്ക് 15 വരികയും പ്രോഡക്റ്റ് നമുക്ക് 36 വരികയും ചെയ്യണമെങ്കിൽ നമുക്ക് എത്രയൊക്കെ എടുക്കാം? 12 3 എടുക്കാം അല്ലേ? 12 3 എടുത്ത് നോക്കാം. 12 മൈനസ് 12 മൈനസ് 3 മൈനസ് 12 മൈനസ് 3 നമ്മുടെ എത്രയായിരിക്കും? 36 ആയിരിക്കും. സമ്മത്ര. അപ്പോൾ നമുക്ക് ഇങ്ങനെ വരും എക്സ് മൈനസ് 12 ഇൻറ്റു എക്സ് മൈനസ് 3 എന്ന് നമുക്ക് എടുക്കാൻ പറ്റും. പ്രോഡക്റ്റ് എടുക്കാൻ പറ്റും. നമുക്ക് സ്പ്ലിറ്റ് മെത്തേഡ് ഉപയോഗിക്കാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾ മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac/2aയിലെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ആൻസറിലേക്ക് പോകണം. അപ്പോൾ എക്സ് മൈനസ് 12 വന്നു, എക്സ് മൈനസ് 3 വന്നു. അപ്പോൾ നമുക്കിതിൻ്റെ ആൻസേഴ്സ് എന്തായിരിക്കും? എക്സ് മൈനസ് 12 ആണെങ്കിൽ എക്സ് ഈക്വൽ ടു 12 എന്നും, എക്സ് മൈനസ് 3 ആണെങ്കിൽ എക്സ് ഈക്വൽ ടു 1 ഓർ അതല്ലെങ്കിൽ എന്തായിരിക്കും? 3 എന്നായിരിക്കും വരുന്നത്. 3 എന്നാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് റേഷ്യോ എന്താണെന്നാണ് ചോദിക്കുന്നത്. റേഷ്യോ എന്താ വേണ്ടത്? ഫൈൻഡ് ദ റേഷ്യോ ഓഫ് ദെയർ ലാർജർ ടു ദ സ്മാളർ. ലാർജർ ടു സ്മാളർ. ഓക്കെ, നമുക്ക് R1/R2 ആണ് വേണ്ടത് അല്ലേ? R1/R2 ആണ് വേണ്ടത്. അപ്പോൾ R1 നമുക്ക് എത്ര എടുക്കാം? ഒന്നാമത് ഇപ്പോൾ R1 ആണ് വലുത്. 15 മൈനസ് എന്ത് ചെയ്തു? 3 ആണ്. അപ്പോൾ ചെറുത് 3 ആയിരിക്കും, ഇത് 12 ആയിരിക്കും അല്ലേ? അപ്പോൾ നമുക്ക് R1 12 എത്രയെന്ന് എടുക്കാം? 12/3 ആണ്. നമ്മൾ ലീസ്റ്റ് ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ എന്ത് കിട്ടും? 4/1 എന്നാണ് നമുക്ക് റേഷ്യോ കിട്ടുന്നത്. 4/1 എന്നാണ് നമുക്ക് റേഷ്യോ കിട്ടുന്നത്. ക്ലിയർ ആണോ നോക്കിക്കേ? 4/1 എന്നോ അല്ലെങ്കിൽ നമുക്ക് R1:R2 എന്ന് പറഞ്ഞാൽ എത്രയെന്ന്? 4:1 എന്ന് നമുക്ക് പറയാം. ക്ലിയർ അല്ലേ? ക്ലിയർ ആണ് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് the radius of a circle A is twice that of circle B and the radius of circle B is twice that of circle C. Their area will be in the ratio. ഏരിയയുടെ റേഷ്യോ എന്താണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് റേഡിയസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ആദ്യം നമുക്ക് എയും ബിയും കൂടെ കണക്ട് ചെയ്താണ് റേഡിയസ് പറഞ്ഞിരുന്നത്. എ ഈസ് ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ എ ഈസ് ട്വൈസ് ദാറ്റ് ഓഫ് സർക്കിൾ ബി. അപ്പോൾ എ എന്ന് പറയുന്ന സർക്കിളിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് ട്വൈസ് ദാറ്റ് ഓഫ് സർക്കിൾ ബി എന്നാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എല്ലാത്തിൻ്റെയും ഇപ്പോൾ എന്താണ് ഒന്നാമത്തിൻ്റെ റേഡിയസ് നമുക്ക് എ എന്ന് തന്നെ എടുക്കാം. രണ്ടാമത്തിൻ്റെ റേഡിയസ് നമുക്ക് ബി വെച്ച് കണക്ട് ചെയ്യാം. മൂന്നാമത്തിൻ്റെ റേഡിയസ് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് സി വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് സി വെച്ചും ജസ്റ്റ് ഒന്ന് നമുക്ക് കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ഇതിൻ്റെ റേഡിയസിൻ്റെ റേഷ്യോ നമുക്ക് എടുക്കാൻ പറ്റും. റേഡിയസിൻ്റെ റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഈസി ആയിട്ട് നമുക്ക് ഏരിയയുടെ റേഷ്യോയിലോട്ട് പോകാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? ആദ്യം ഞാൻ റേഡിയസിൻ്റെ റേഷ്യോ ആണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ എനിക്ക് തന്നിരിക്കുന്ന പോയിന്റ്സ് വെച്ചുകൊണ്ട് ഞാൻ മാത്രം എന്ത് പറയുന്നു? ആദ്യം നമുക്ക് എ സർക്കിളിനെയും ബി സർക്കിളിനെയും കൂടെ കണക്ട് ചെയ്യാം. എ സർക്കിളും ബി സർക്കിളും കൂടെ ഞാൻ എന്ത് ചെയ്യാണ്? എയും ബിയും. ഓക്കെ, അപ്പോൾ ആദ്യം എന്താണ്? കൺസിഡർ ദ സർക്കിൾസ്. ഏതൊക്കെയാണ്? കൺസിഡർ ദ സർക്കിൾസ് ഏതൊക്കെയാണ്? എ ആൻഡ് ബി. ഓക്കെ, എയും ബിയും ആണ് ഞാൻ ആദ്യം എന്ത് ചെയ്യാൻ പോകുന്നത്? ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ എന്താണ്? എ സർക്കിളിൻ്റെ റേഡിയസ് എ തന്നെയാണ്, ബി സർക്കിളിൻ്റെ റേഡിയസ് എന്ത് തന്നെയാണ്? ബി തന്നെയാണ് എന്ന് തന്നെ മനസ്സിലാക്കുക. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? ഈ രണ്ട് സർക്കിൾസും കൂടെ ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. എ എന്ന് പറയുന്ന സർക്കിളിൻ്റെ റേഡിയസ് എന്ത് പറയുന്നു? ബിയുടെ റേഡിയസിൻ്റെ ട്വൈസ് ആണെന്ന് പറയുന്നു. അപ്പോൾ ബിയുടെ റേഡിയസിൻ്റെ ട്വൈസ് ആണെന്ന് പറയുകയാണെങ്കിൽ എ എന്ന് പറയുന്ന സർക്കിളിൻ്റെ റേഡിയസ് 1 യൂണിറ്റ് എന്ന് എടുക്കുകയാണ് എങ്കിൽ, അല്ല വേണ്ട, നമുക്ക് 2 യൂണിറ്റ് എന്ന് എടുക്കുകയാണ് എങ്കിൽ ബിയുടെ റേഡിയസ് എന്തായിരിക്കും? 1. അതായത് ബിയുടെ റേഡിയസിൻ്റെ ഇരട്ടിയാണ് ആരുടെ റേഡിയസ് എന്ന് പറയുന്നത്? എയുടെ റേഡിയസ് എന്ന് പറയുന്നത്. ഫസ്റ്റ് നമ്മൾ കണക്ട് ചെയ്തു. അപ്പോൾ അതായത് ബിയുടെ റേഡിയസ് എത്രയാണോ അതിൻ്റെ ഇരട്ടി. അപ്പോൾ A:B. അതായത് നമ്മൾ എന്താണ്? എ എന്ന് പറയുന്ന സർക്കിളിൻ്റെ റേഡിയസിനെ നമുക്ക് R1 എന്ന് വേണമെങ്കിൽ പറയാം.
എ എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് 3 സർക്കിൾസ് ആണുള്ളത്. ഓക്കെ, 3 സർക്കിൾസ്, എ സർക്കിൾസ്, ബി സർക്കിൾ, ദെൻ സി സർക്കിൾ. ഇത് എ, ഇത് ബി, ഇത് സി. അപ്പോൾ എ സർക്കിളിനെ R1 എന്നും ഇതിനെ R2 എന്നും ഇതിനെ R3 എന്നും പറയാം. അപ്പോൾ നമുക്ക് ആദ്യം എന്ന് പറയാം R1 ഈസ് R2 എന്ന് പറയുന്നത് 2:1 എന്ന് പറയാം. 2:1. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് തന്നിരിക്കുന്നത് എന്തുവാണ്? ബി ഈസ് ട്വൈസ് ദാറ്റ് ഓഫ് സർക്കിൾ സി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താണ് R2 ഈസ് R3 എന്ന് പറയുന്നത് എന്തെന്ന് പറയാൻ പറ്റും? നമുക്ക് 2:1 എന്ന് തന്നെ പറയാൻ പറ്റും. സോ ഇനി നമുക്ക് എന്ത് ചെയ്യണം? 3 സർക്കിളിൻ്റെയും കൂടെ നമുക്ക് റേഡിയസിനെ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യണം. എങ്ങനെ കണക്ട് ചെയ്യണം? R1 R2 R3 3 റേഡിയസും കൂടെ നമുക്ക് എന്ത് ചെയ്യണം? ജസ്റ്റ് ഈ റേഷ്യോസ് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യണം. അപ്പോൾ ഈ റേഷ്യോസ് നമുക്ക് കണക്ട് ചെയ്യുമ്പോഴത്തേക്ക് എങ്ങനെ കിട്ടും? ഇപ്പോൾ ഇവൻ്റെ റേഡിയസ് 1 ആണ്. ഇവൻ്റെ റേഡിയസ് 1 ആണെങ്കിൽ ഇവൻ്റെ റേഡിയസ് 2 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇവൻ്റെ റേഡിയസ് എന്താവണം? ഇതിൻ്റെ ഇരട്ടി ആയിരിക്കണം അല്ലേ? അപ്പോൾ എന്തായിരിക്കും? 4:2:1 ആണ് എന്ന് പറയുന്നത്. 3 റേഡിയസും കൂടെ ഞാൻ എന്ത് ചെയ്തു? ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്തു. ഇനി എന്ത് ചെയ്യാൻ പോകുന്നു? ഇവരുടെ ഏരിയ എടുക്കാൻ പോകണം. ഒന്നാമത്തെ ഏരിയ ഈസ്റ്റു രണ്ടാമത്തെ ഏരിയ. ഒന്നാമത്തെ ഏരിയ πr1² രണ്ടാമത്തെ ഏരിയ πr2² മൂന്നാമത്തെ ഏരിയ πr3² ആണല്ലേ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതിനകത്ത് വാല്യൂസ് കൊടുക്കാം. പൈ എല്ലാ സ്ഥലത്തും ഉണ്ട്. പൈനെ നമുക്ക് എന്ത് ചെയ്യാം? കോമൺ ആയിട്ട് ക്യാൻസൽ ചെയ്യാം. ഇപ്പോൾ 4ൻ്റെ സ്ക്വയർ 16 ആണ്. ദെൻ എന്തിനാണ്? 2ൻ്റെ സ്ക്വയർ എത്രയാണ്? 4 ആണ്. ദെൻ അടുത്തത് എന്താണ്? R3². എല്ലാത്തിൻ്റെയും സ്ക്വയർ ആണ് എടുക്കേണ്ടത്. R3 എന്ന് പറയുന്നത് 1 ആണ്. 1ൻ്റെ സ്ക്വയർ 1. സോ 16:4:1 എന്നാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ആൻസർ കിട്ടുന്നത്. അപ്പോൾ അത് ക്ലിയർ ആണെന്ന് മനസ്സിലായി. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. 2 equal maximum sized circular plates are cut off from a circular paper sheet of circumference 352 cm. Then the circumference of each circular plate is. ഓരോ സർക്കുലർ പ്ലേറ്റിൻ്റെയും എന്താണ് സർക്കംഫറൻസ് എന്താണ് എന്നാണ് നമ്മുടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളെ കയ്യിലുള്ളത് ഒരു വലിയൊരു സർക്കുലർ പേപ്പറാണ്. ഈ കാണുന്നത് ഒരു വലിയ സർക്കുലർ പേപ്പറാണ്. അതിൽ നിന്ന് മാക്സിമം വലുപ്പത്തിലുള്ള 2 സർക്കുലർ പ്ലേറ്റുകൾ ഞാൻ എന്ത് ചെയ്തു? 2 പ്ലേറ്റുകൾ അല്ലെങ്കിൽ രണ്ട് സർക്കിൾസ് ഞാൻ എന്ത് ചെയ്തു? കട്ട് ചെയ്തെടുത്തു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ കട്ട് ചെയ്തെടുത്തെങ്കിൽ ഇതിൻ്റെ ഒരെണ്ണത്തിൻ്റെ റേഡിയസ് എന്താണ്? ഈ കാണുന്ന ഒരെണ്ണത്തിൻ്റെ ഈ റേഡിയസ് എന്താണ് എന്നാണ് നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് ഈസി ആയിട്ട് ഇത് പ്രോബ്ലം ചെയ്ത് നമുക്ക് ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് നമുക്ക് തന്നിരിക്കുന്നത് മൊത്തം പേപ്പർ ഷീറ്റിൻ്റെ സർക്കംഫറൻസ് ആണ് തന്നിരിക്കുന്നത്. ദാറ്റ് മീൻസ് 2πr ആണ് നമുക്ക് തന്നിരിക്കുന്നത്. 2πr 352 എന്നാണ്. ഇവിടെ നമുക്ക് പൈയുടെ വാല്യൂ നമുക്ക് 22/7 തന്നെ എടുക്കാം. 22/7 ഇൻറ്റു r നമുക്ക് അറിയില്ല, 352 അല്ലേ. നമുക്ക് എന്ത് ചെയ്യാം? r = 352 ഇൻറ്റു 7/22 ഇൻറ്റു 2 ആണ് അല്ലേ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ജസ്റ്റ് ഒന്ന് 2 കൊണ്ട് ക്യാൻസൽ ചെയ്യാം. 2 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ 11 ആവും. ഇവിടെ 1, ഇവിടെ 15 ആകുമ്പോഴത്തേക്ക് 15-നകത്താകുമ്പോൾ 7 അല്ലേ, 7 വരും. ദെൻ എത്ര വരും? നമുക്ക് 15 പോയി 1 പോയി 6 6 176 ആണ് വരുന്നത്. വീണ്ടും നമുക്ക് എത്ര ഉണ്ട്? നമുക്ക് 11 കൊണ്ട് ക്യാൻസൽ ചെയ്യാം. 11 കൊണ്ട് ക്യാൻസൽ ആണെങ്കിൽ ഇവിടെ 1 വന്നു, 1. ദെൻ ഇവിടെ വരുന്നത് 66 ആണ്, 6 വന്നല്ലേ. ഇതൊന്ന് ക്യാൻസൽ ചെയ്യുമ്പോൾ 8 വന്നു. 8 × 7 56 56 എന്നാണ് വന്നിരിക്കുന്നത്. 56 ആണ് ഇതിൻ്റെ സർക്കംഫറൻസ്, ഇതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് പ്രോബ്ലം ചെയ്യാതെ വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാം. നിങ്ങൾ ഒറ്റ കാര്യം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം. ഇതാണ് വലിയ സർക്കിളിൻ്റെ ഡയമീറ്റർ എന്ന് വിചാരിച്ചു. ഇതാണ് വലിയ സർക്കിളിൻ്റെ ഡയമീറ്റർ. ഓക്കെ, ആ വലിയ സർക്കിളിൻ്റെ ഡയമീറ്റർ അതായത് നമുക്ക് ഇവിടെ നിന്ന് ഇതുവരെയുള്ള റേഡിയസ് ആണ് നമുക്കിപ്പോൾ എത്രയെന്ന് കിട്ടിയിരിക്കുന്നത്? 56 എന്ന് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇതുവരെ ലെങ്ത് നമുക്ക് 56 എന്ന് കിട്ടി. അപ്പോൾ 56ൻ്റെ പകുതി ആയിരിക്കില്ലേ ഇത് എത്രയായിരിക്കും? ഇത് നമുക്ക് കിട്ടാൻ പോകുന്നത് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ നമുക്കറിയാം മൊത്തത്തിൽ അല്ലേ. ഇത്രയും നമുക്ക് 56 ആയ സ്ഥിതിക്ക് അതിൻ്റെ പകുതി എത്രയാണ്? 28 അല്ലേ. ഇതും 28 ആയിരിക്കും, ഇതും 28 ആയിരിക്കും, ഇതും 28 ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? റേഡിയസ് ഓഫ് ദ സ്മോളർ പ്ലേറ്റ്, അതായത് നമുക്ക് ഇതിനകത്ത് എടുക്കാൻ പറ്റുന്ന ഒരു പ്ലേറ്റിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് 28 ആയിരിക്കും. അപ്പോൾ നമുക്ക് അതിൻ്റെ പെരിമീറ്റർ ആണ് ക്വസ്റ്റിന് ചോദിക്കുന്നത്, അതിൻ്റെ സർക്കംഫറൻസ് ആണ് ചോദിക്കുന്നത്. സോ 2πr = 2 × 22/7 ഇൻറ്റു r. റേഡിയസ് എന്ന് പറഞ്ഞാൽ 28 ആണ്. ഇതിനും കൂടെ നമുക്ക് ക്യാൻസൽ ചെയ്യാം. ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ എത്ര ഇടും? നമുക്ക് 14 എന്ന് വരും അല്ലേ. 14 അല്ല, നമുക്ക് എത്ര ഉണ്ട്? നമുക്ക് 28 കൊണ്ടാണ് ക്യാൻസൽ ചെയ്യുന്നത്. 7 4 28 എത്ര 4 ആണ് വരുന്നത്. 44 × 4 44 × 4 എന്ന് പറയുമ്പോൾ എത്ര ഇടും? 176 കേട്ടോ. 176 എന്നാണ് വരുന്നത്. 176 എന്ന ആൻസർ വരും. 176
സെൻറ്റിമീറ്റർ ആണോ മീറ്റർ ആണോ? സെൻറ്റിമീറ്റർ ആണ് കേട്ടോ. 176 സെൻറ്റിമീറ്റർ ആണ് എന്ന് പറയുന്നത് ആ പറയുന്ന സ്മോളർ പ്ലേറ്റിൻ്റെ സർക്കംഫറൻസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ സർക്കംഫറൻസ് ആൻഡ് ഡയമീറ്റർ ഓഫ് എ സർക്കിൾ ഈസ് 150 മീറ്റർ. Then the radius of that circle is ആ കാണുന്ന സർക്കിളിൻ്റെ റേഡിയസ് എന്താണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ സർക്കംഫറൻസ് ആൻഡ് ഡയമീറ്റർ ഓഫ് എ സർക്കിൾ ഈസ് 150 മീറ്റർ എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താ വേണ്ടത്? നമുക്ക് റേഡിയസ് ആണ് എത്രയെന്ന് എന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം, ജസ്റ്റ് നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഡിഫറൻസ് ബിറ്റ്വീൻ സർക്കംഫറൻസ് ആൻഡ് ഡയമീറ്റർ. സർക്കംഫറൻസ് എന്ന് പറഞ്ഞാൽ 2πr ആണ്. 2πr മൈനസ് എന്ത്? ഡയമീറ്റർ. ഡയമീറ്ററിനെ നമുക്ക് 2r എന്ന് പറഞ്ഞൂടെ. അതായത് ഡയമീറ്റർ ഈക്വൽ ടു 2r ആണെന്നറിയാം. സോ ഞാൻ എന്ത് മൈനസ് ചെയ്യുന്നു? 2r മൈനസ് ചെയ്യുന്നു. 2r മൈനസ് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടണം? എനിക്ക് 150 മീറ്റർ എന്ന് കിട്ടണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ദ റേഡിയസ് ഓഫ് ദാറ്റ് സർക്കിൾ, ആ കാണുന്ന സർക്കിളിൻ്റെ റേഡിയസ് എന്താണ് എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ജസ്റ്റ് നമുക്കൊന്ന് ചെയ്തു നോക്കാം. യെസ്, അപ്പം നമ്മളിവിടെ നോക്കുമ്പോൾ നമുക്ക് ഇതിനകത്തും 2r ഉണ്ട്, ഇതിലും 2r ഉണ്ട്. അപ്പം നമുക്ക് 2rനെ നമ്മൾ കോമൺ ആയിട്ട് എടുക്കുകയാണെങ്കിൽ അപ്പോൾ 2r ഈക്വൽ ടു പൈയുടെ വാല്യൂ 22/7 മൈനസ് എത്രയെന്ന് കൊടുക്കാം? മൈനസ് നമുക്ക് 1 എന്ന് കൊടുക്കാം. 1 അല്ലേ? പൈ കൊണ്ട് ഇൻറ്റു ചെയ്തു, അടുത്തത് 1 കൊണ്ട് ഇൻറ്റു ചെയ്തു. ഓക്കെ, ഈക്വൽ ടു 150 എന്ന് പറയാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഇതിനെ നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്ത് നോക്കാം. 2r ഇൻറ്റു 22/7 നമുക്ക് മൈനസ് എന്ന് പറയാം. -7 ആകുമ്പോൾ ഇവിടെ ഡിനോമിനേറ്റർ 7/7 എന്ന് പറയാം. ഓക്കെ, 7/7 ഈക്വൽ ടു 150. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് 2r ഈക്വൽ ഇൻറ്റു ഇത് നമുക്ക് ചെയ്യുമ്പോഴത്തേക്ക് 7 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 15/7 ഈക്വൽ ടു 150 എന്ന് വരും. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് 2r ഈക്വൽ ടു 150 ഇൻറ്റു 7/15 ആവും അല്ലേ? ഇതിനെടുത്ത് പുറത്ത് കൊണ്ടുപോകുമ്പോൾ ചെയ്യാൻ പറ്റും അല്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് 10 കിട്ടി. അപ്പോൾ 2r ഈക്വൽ ടു 70, therefore r ഈക്വൽ ടു 70/2 ഈക്വൽ ടു നമുക്ക് 35 എന്നാണ് കിട്ടുന്നത്. 3 മാർക്കിന് ചോദിക്കാൻ കൊള്ളാവുന്ന മനോഹരമായിട്ടുള്ള ഒരു ചോദ്യമാണ് എന്ന് പറയുന്നത് ഇത്. അപ്പോൾ നമുക്ക് എത്രയെന്ന് കിട്ടി? നമുക്ക് 35 എന്നാണ് നമുക്ക് ആൻസറിലേക്ക് എത്താൻ കഴിഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എ മാൻ ഈസ് റണ്ണിങ് അറ്റ് ദ സ്പീഡ് ഓഫ് 20 km/h. What time taken by a man to cover one round of a circular garden of radius 350 meter? അപ്പോൾ 350 മീറ്റർ ഉള്ള ഒരു സർക്കുലർ ഗാർഡൻ, 350 മീറ്റർ ആണ്. എ മാൻ ഈസ് റണ്ണിങ് അറ്റ് എ സ്പീഡ് ഓഫ് 20 km/h. 20 km/h സ്പീഡിൽ ഓടുന്ന ഒരാൾ, what is the time taken by man to cover one round on a circular garden of radius 350 meter? അപ്പോൾ നമ്മളെ കയ്യിൽ 350 മീറ്റർ ലെങ്ത് ഉള്ള, ഇതാണ് 350 മീറ്റർ റേഡിയസ് ഉള്ള ഒരു സർക്കുലർ ഗാർഡൻ ഉണ്ട്. ഈ ഗാർഡന് ചുറ്റും ആര് കറങ്ങുന്നുണ്ട്? നമ്മുടെ സർക്കുലർ ഗാർഡൻ ഓഫ് റേഡിയസ് 350 മീറ്റർ. 350 മീറ്റർ ഉള്ള ഈ സർക്കുലർ ഗാർഡന് റേഡിയസ് ഉള്ള ഒരു ഗാർഡന് ചുറ്റും എന്ത് ചെയ്യുന്നു? 20 മീറ്റർ പെർ സെക്കൻഡ് അല്ലേ? 20 മീറ്റർ പെർ സെക്കൻഡ് അല്ല തന്നിരിക്കുന്നത്, 20 km/h സ്പീഡിൽ ഓടുന്ന ഒരാൾ എത്ര ടൈം കൊണ്ട് കവർ ചെയ്യും എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം എന്ത് കണ്ടുപിടിക്കാം? ഇതിൻ്റെ ഒരു റൗണ്ട് ഇവിടെ നിന്ന് ഇത്രയും എത്ര ഡിസ്റ്റൻസ് ആണെന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം. അപ്പോൾ 2πr ആണ്. 2πr ആകുമ്പോഴത്തേക്ക് നമുക്ക് നോക്കാം. 2 ഇൻറ്റു പൈ 22/7 ഇൻറ്റു റേഡിയസ് എത്രയാണ്? 350. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് 5 എന്ന് വരും. ഓക്കെ, അപ്പോൾ 50 എന്നാണ് വരുന്നത്. അപ്പോൾ 2 ഇൻറ്റു 22 ഇൻറ്റു 50 ആണ് നമ്മൾ ചെയ്യേണ്ടത്. 44 ഇൻറ്റു 50, 44 ഇൻറ്റു 50 ചെയ്യാം അല്ലേ? 44 ഇൻറ്റു 5, 44 ഇൻറ്റു 5, 14 20, 2, 14 20, 22, 220 അല്ലേ? 2200 മീറ്റർ ആണെന്ന് കിട്ടും. 2200 മീറ്റർ. 2200 മീറ്ററിനെ വേണമെങ്കിൽ നമുക്ക് എന്തിലോട്ട് കൺവേർട്ട് ചെയ്യാം? നമുക്ക് ടൈം മിക്കവാറും നമുക്ക് വരാൻ പോകുന്നത് 20 km/h സ്പീഡിലാണ്. ഒരു മണിക്കൂറിൽ 20 കിലോമീറ്റർ ട്രാവൽ ചെയ്യുമെന്നാണ് കിട്ടുന്നത്. സോ നമ്മൾ 2200 മീറ്ററായിട്ട് തന്നെ കിടക്കട്ടെ. നമുക്ക് ടൈം നമുക്ക് മിനിറ്റിലോ അല്ലെങ്കിൽ നമുക്ക് സെക്കൻഡിലോ നമുക്ക് ആൻസർ കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന സ്പീഡ് നമുക്ക് സ്പീഡ് എത്രയാണ്? 20 km/h എന്നാണ്. ഇപ്പോൾ നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ടൈമാണ് കണ്ടുപിടിക്കേണ്ടത്. ഡിസ്റ്റൻസ് ഇതാണ് 2200 ഡിവൈഡഡ് ബൈ 20. ഡയറക്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഇത് മീറ്ററിൽ, ഇതെന്തിലാണ് കിടക്കുന്നത്? km/h. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ മീറ്റർ പെർ സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്യണം. മീറ്റർ പെർ സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്യാൻ
5/18 ആണ് നമ്മൾ ചെയ്യേണ്ടത്. 5/18. ഇനി നമുക്ക് എന്ത് ചെയ്യാം? 0 ക്യാൻസൽ ചെയ്യാം. ഇതിനെ നമ്മൾ ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ 110 വരും. 110 ഇത് 5 കൂടെ നമ്മൾ ക്യാൻസൽ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എത്ര കിട്ടും? 105 കൂടെ ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് 22 അല്ലേ? 22 എന്നാണ് വരുന്നത്. 22 × 18 ആണ്. 22 × 18. 22 × 18. ഓക്കെ, നോക്കാം. 22 × 18 ആണേ. 18 ചെയ്യുമ്പോൾ എന്ത് കിട്ടും? നമുക്ക് 16 ഇഷ്ടം 1, 16 1 17, 2 2 അല്ലേ? എത്രയും 6, 7 9, then 3, 396. 396 സെക്കൻഡ് എന്നാണ് ആൻസർ. 396 സെക്കൻഡ് എന്നാണ് ആൻസർ വരുന്നത്. നമ്മൾ അതിന് എന്ത് ചെയ്യണം? മിനിറ്റോട് കൺവേർട്ട് ചെയ്ത് നമുക്ക് പറയാം. 360 ആകുമ്പോഴത്തേക്ക് തന്നെ 6 മിനിറ്റ് ആവും. 6 മിനിറ്റ് 360 പോയി കഴിഞ്ഞാൽ 36 സെക്കൻഡ്. 36 സെക്കൻഡ് എന്ന് ആൻസർ പറയാം. ഓക്കെ, 6 മിനിറ്റും 36 സെക്കൻഡും കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഇത് കവറായി പോകുന്നത്. അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു? ഒരു റൗണ്ട് ഫുള്ളും ചുറ്റും ഓടാൻ വേണ്ടിയിട്ട് എത്ര സമയം എടുക്കും? 6 മിനിറ്റും 36 സെക്കൻഡും എടുക്കും എന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോവാം. ദ റേഡിയസ് ഓഫ് എ സർക്കുലർ വീൽ ഈസ് 1.75 മീറ്റർ. ദ നമ്പർ ഓഫ് റെവല്യൂഷൻ ദാറ്റ് വിൽ ടേക്ക് മേക്ക് ഇൻ ട്രാവലിംഗ് 11 കിലോമീറ്റർ. അപ്പോൾ നമുക്കറിയാം ഒരു വീലുണ്ട്, അല്ലെങ്കിൽ എന്താണ്? ഇതാണ് നമ്മുടെ ഒരു സർക്കുലർ വീൽ എന്ന് പറയുന്നത്. ആ വീലിൻ്റെ റേഡിയസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത് 1.75 മീറ്റർ എന്നാണ് നമുക്ക് തന്നിരിക്കുന്നത്. 1.75 മീറ്റർ. ഇത് എത്ര സമയം കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? അല്ലെങ്കിൽ എത്ര ടൈം അല്ല, എത്ര തവണ കറങ്ങുമ്പോൾ, എത്ര തവണ റെവല്യൂട്ട് ചെയ്യുമ്പോൾ, എത്ര തവണ ഇത് ഇങ്ങനെ കറങ്ങുമ്പോഴാണ് 11 കിലോമീറ്റർ ട്രാവൽ ചെയ്യുന്നത് എന്നാണ് നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത്. നമ്പർ ഓഫ് റെവല്യൂഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പം നമുക്ക് നമ്പർ ഓഫ് റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് ഒരു തവണ റെവല്യൂട്ട് ചെയ്യുന്നതിന് എന്തിന് ഈക്വൽ ആയിരിക്കും? 2πr ഇതിൻ്റെ ചുറ്റളവിന് ഈക്വൽ ആയിരിക്കും. ഒരു തവണ റെവല്യൂട്ട് ചെയ്യുന്നത് ഇതിൻ്റെ ചുറ്റളവിന് തുല്യമായിരിക്കും. അപ്പോൾ ഈ ചുറ്റളവിനെ നമ്പർ ഓഫ് റെവല്യൂഷൻ കൊണ്ട് നമ്മൾ ഇൻറ്റു ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ടോട്ടൽ ഡിസ്റ്റൻസ് കിട്ടുന്നത്. അതായത് ഇതിൻ്റെ ചുറ്റളവ് എന്ന് പറയുന്നത് ഒരു തവണ ഇത് റെവല്യൂട്ട് ചെയ്യുമ്പോൾ, ഒരു തവണ കറങ്ങുമ്പോൾ എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യും എന്നുള്ളതാണ് എന്ന് പറയുന്നത് 2πr എന്ന് പറയുന്നത്. അപ്പോൾ 2πr × നമ്പർ ഓഫ് റെവല്യൂഷൻ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യും എന്നുള്ളത് കിട്ടുന്നത്. അപ്പോഴാണ് നമുക്ക് ടോട്ടൽ ഡിസ്റ്റൻസ് കിട്ടുന്നത്. നമുക്ക് ഇവിടെ ജസ്റ്റ് നോക്കാം. നമ്പർ ഓഫ് റെവല്യൂഷൻ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 2πr × number of revolutions equal to total distance. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. നമുക്ക് നമ്പർ ഓഫ് റെവല്യൂഷൻ ആണ് ആവശ്യം. നമ്പർ ഓഫ് റെവല്യൂഷൻസ് ആണ് ആവശ്യം. ടോട്ടൽ ഡിസ്റ്റൻസ് 11 കിലോമീറ്റർ എന്ന് പറഞ്ഞു. ഞാൻ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ എന്താവും? അത് മീറ്ററിലോട്ട് മാറും ഇല്ലേ? 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് എന്തിലോട്ട് മാറ്റും? മീറ്ററിലോട്ട് മാറ്റാം. ഇവിടെ എനിക്ക് തന്നിരിക്കുന്നത് 1.75 മീറ്റർ എന്നാണ്. അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത്? അങ്ങനെ തന്നെ മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പറഞ്ഞത്. ഡിവൈഡഡ് ബൈ 2 × പൈക്ക് 22/7 ഉണ്ട്. ആ 7 ഇവിടെ വന്ന് ഇൻറ്റു ചെയ്യും അല്ലേ? റെസിപ്രോക്കൽ ഉണ്ട്. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 7 മുകളിലാവും. ആവുമല്ലോ? യെസ്, 7 ഇൻറ്റു എന്താണ്? 22. അതിന് റേഡിയസ് എത്രയാണ്? 1.75 ആണ്. ഓക്കെ, ഇത്രയാണ് വരുന്നത്. ഇനി നമുക്ക് എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുകയാണെങ്കിൽ ആദ്യം നമ്മളൊരു കാര്യം നോക്കണം. ഇവിടെ ഡെസിമൽ കിടക്കുകയാണ്. ഡെസിമൽ മാറ്റിയിട്ട് വേണം. ഇത് മീറ്ററിലാണ്. മീറ്ററിലാക്കിയാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? പ്രോബ്ലം ചെയ്യുന്നത്. അപ്പോൾ ഇത് മീറ്ററിലാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? ഡെസിമൽ എന്ത് ചെയ്യണം? ജസ്റ്റ് ഒന്ന് മാറ്റണം. ഡെസിമൽ മാറ്റാൻ വേണ്ടിയിട്ട് മുകളിലും ഇവിടെയും നമുക്ക് എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം? 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇവിടെയും നമുക്ക് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ ഞാൻ എഴുതുന്നു 11 × 1000 × 7 × 100 by 2 × 22 × 175 × 100 വേണ്ട. ഈ 100 എന്ത് ചെയ്തു? ഡെസിമൽ ഞാൻ മാറ്റി. ഇത്രയുമാണ്. ഇത് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? ജസ്റ്റ് നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്ത് നോക്കാം. ഈ 11ഉം ഇതും കൂടെ ആകുമ്പോഴത്തേക്ക് 2. നമുക്ക് ഇവനെയും കൂടെ എത്ര കൊണ്ട് ക്യാൻസൽ ചെയ്യാം? 25 കൊണ്ട് ക്യാൻസൽ ചെയ്യാം. 25 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ എന്ത് വരും? ഇവിടെ 4, ഇവിടെ 7. 7 ക്യാൻസൽ ആയിപ്പോൾ അല്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ 2 4 കൊണ്ട് ക്യാൻസൽ ചെയ്യാം. ആൻസർ എത്തുന്നിട്ട് 1000 തവണ റെവല്യൂട്ട് ചെയ്യുമ്പോഴാണ് എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുന്നത്?
11 കിലോമീറ്റർ ട്രാവൽ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു വീല് ഒരു തവണ റെവല്യൂട്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ ചുറ്റളവ് എന്താണോ, ഇതിൻ്റെ പെരിമീറ്റർ, ഇതിൻ്റെ സർക്കംഫറൻസ് എന്താണോ അത്രയും ഡിസ്റ്റൻസ് ആണ് ട്രാവൽ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കണം. ഇത് ഡിസ്റ്റൻസ്, ഇത് ട്രാവൽ ചെയ്യുന്നതും ഇതും ഈ കാണുന്നതിൻ്റെ ചുറ്റളവ് എന്ത് തന്നെയാണ്, ഒന്ന് തന്നെയാണ് എന്നുള്ളതാണ് നിങ്ങൾ ഇവിടെ ഓർക്കേണ്ടത്. അപ്പോൾ ഇവിടെ എനിക്ക് എത്രയെന്ന് കിട്ടി, നമ്പർ ഓഫ് റെവല്യൂഷൻസ് എത്രയെന്ന് കിട്ടി, 1000 എന്ന് എനിക്ക് കിട്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോവാം. എ ബൈസിക്കിൾ വീൽ മേക്ക് 500 റെവല്യൂഷൻസ് ഇൻ മൂവിങ് 11 കിലോമീറ്റർ. ദെൻ ദ റേഡിയസ് ഓഫ് ദ വീൽ ഈസ് ഡാഷ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, ജസ്റ്റ് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ തന്നെ ചുറ്റളവ്, പെരിമീറ്റർ 2πr ഇൻറ്റു നമ്പർ ഓഫ് revolutions equal to total distance ആണ് നമുക്കറിയാം അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം നമുക്ക് ഇതിനകത്ത് അറിയാവുന്ന വാല്യൂസ് 2 ഇൻറ്റു 22/7 ഇൻറ്റു റേഡിയസ് അറിയില്ല, നമ്പർ ഓഫ് റെവല്യൂഷൻസ് നമുക്ക് തന്നിരിക്കുന്നത് 5000 ആണ്, ഈക്വൽ ടു ടോട്ടൽ ഡിസ്റ്റൻസ് 11 കിലോമീറ്റർ. 11 ഇൻറ്റു ഞാൻ എന്ത് കൊടുക്കുന്നു, നമുക്ക് റേഡിയസ് നമുക്ക് മീറ്ററിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് തന്നെ കൊടുത്തു, 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് മീറ്റർ ആക്കി. ഓക്കെ, മീറ്റർ ആക്കി. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു, ആൻസർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ളവരെല്ലായിടത്തും എന്ത് ചെയ്യുന്നു, അപ്പുറത്തോട്ട് കൊണ്ടുപോകാൻ പോകുന്നു. അപ്പോൾ ഇവിടെ റേഡിയസ് മാത്രമാണുള്ളത്. 11 ഇൻറ്റു 1000 ഇവിടെ ഉണ്ട്, 1000 ഇവിടെ ഉണ്ട്. ഞാൻ എന്ത് ചെയ്തു, ആദ്യം ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നു, ഈ 7 എടുത്ത് ഇപ്പുറത്ത് കൊണ്ടുവരുമ്പോഴത്തേക്ക് ഇവിടെ ഇൻറ്റു 7 ആവും. ബൈ ഇവിടെ എന്തായിരിക്കും, ഒരു 5000 വരണം, പിന്നെന്ത് വരണം, പിന്നെ ഒരു 22 വരണം, പിന്നെ ഒരു 2 വരണം. ഓക്കെ, ഇത്രയേ ഉള്ളൂ. നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ജസ്റ്റ് നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്ത് നോക്കാം. ഇത് നമ്മൾ ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ 2 വരും അല്ലേ, 2 വന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈ 3 0 കൂടെ നമുക്ക് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ നമ്മളിലുള്ളത് എവിടെ നിന്നാണ്, R ഈക്വൽ ടു, ഇതിപ്പോൾ നിലവിൽ മീറ്ററിലാക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. R ഈക്വൽ ടു നിലവിൽ ഇവിടെ വന്നിരിക്കുന്നത് 7/10 20 ആണ് വന്നിരിക്കുന്നത്, 20 മീറ്റർ എന്ന് കിട്ടി. അപ്പോൾ ഇത് ഓൾറെഡി എന്തിലായിരിക്കും, സെൻറ്റിമീറ്ററിലായിരിക്കും എന്തെന്ന് പറയുന്നത് ഇതിൻ്റെ നമുക്ക് അളവ് വരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ നമുക്ക് സെൻറ്റിമീറ്ററിലോട്ട് കൂടെ കൺവേർട്ട് ചെയ്യാം. R ഈക്വൽ ടു 7/20. മീറ്ററിനെ നമുക്ക് സെൻറ്റിമീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി, 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്ത് എത്ര കിട്ടി, ഇവിടെ 5 എന്ന് കിട്ടി. സോ 35 സെൻറ്റിമീറ്റർ എന്നാണ് ആൻസർ ആയിട്ട് വരുന്നത്, 35 സെൻറ്റിമീറ്റർ. ഓക്കെ, അപ്പോൾ നമുക്ക് 7/20 എന്ന് എഴുതാൻ പറ്റില്ല. 7/20 എന്ന് പറയുന്നത് എന്തിലാണ് കിട്ടുന്നത്, മീറ്ററിലാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ആ മീറ്ററിനെ നമ്മൾ കൺവേർട്ട് ചെയ്ത് സെൻറ്റിമീറ്ററിലോട്ട് മാറ്റി നമ്മൾ 35 സെൻറ്റിമീറ്റർ എന്ന് ആൻസർ എഴുതി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. The diameter of a toy wheel is 14 centimeter. What is the distance between by it in 15 revolution? അപ്പോൾ ഒരു ടോയുടെ ഡയമീറ്റർ എന്ന് പറയുന്നത് എത്രയാണ്, 14 സെൻറ്റിമീറ്റർ ആണ്. 15 റെവല്യൂഷനിൽ എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് ആണ് കാണേണ്ടത്. എന്താണ്, 2πr പെരിമീറ്റർ ഇൻറ്റു നമ്പർ ഓഫ് റെവല്യൂഷൻസ്. ഓക്കെ, അപ്പോൾ നമുക്ക് 2πr 2 ഇൻറ്റു 22/7 ഇൻറ്റു റേഡിയസ് എത്രയാണ്, ഡയമീറ്റർ 14 ആണെങ്കിൽ റേഡിയസ് എത്രയായിരിക്കും, 7 സെൻറ്റിമീറ്റർ ആയിരിക്കും. 7 ഇൻറ്റു നമ്പർ ഓഫ് റെവല്യൂഷൻ 15 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യും നമുക്ക് നോക്കാം. 7 ക്യാൻസൽ ആയിപ്പോയി. ഇനിയുള്ളത് 2 ഇൻറ്റു 22 ഇൻറ്റു 15 ആണ് ചെയ്യേണ്ടത് അല്ലേ. 2 ഇൻറ്റു 22 ഇൻറ്റു 15 ആണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം നമുക്ക് 44 ആണ്, 44 ഇൻറ്റു 15 ആണ് ചെയ്യേണ്ടത്. 440 220 അല്ലേ, 660. ഓക്കെ, 660 സെൻറ്റിമീറ്റർ എന്നാണ് കിട്ടുന്നത്. ദാറ്റ് മീൻസ് 6.6 മീറ്റർ. ഓക്കെ, 6.6 മീറ്റർ എന്നാണ്, അതായത് 460 സെൻറ്റിമീറ്റർ ആണ്. ഇത് ഓൾറെഡി എന്തിലാണ് ഉള്ളത്, ഇത് നമുക്ക് സെൻറ്റിമീറ്ററിലാണുള്ളത്. സോ ഇത് എന്തിലായിരിക്കും വരുന്നത്, സെൻറ്റിമീറ്ററിലായിരിക്കും വരുന്നത്. നമ്മൾക്ക് അതിനെ 6.6 മീറ്റർ എന്ന് പറഞ്ഞ് ആൻസർ നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി എന്ത് ചെയ്യുക, നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോകുന്നു. ദ പെരിമീറ്റർ ഓഫ് എ സർക്കിൾ ഈസ് 10 സെൻറ്റിമീറ്റർ. If its area is increased by 36 times, find its perimeter. Okay, ഒരു സർക്കിളിൻ്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് എത്ര സെൻറ്റിമീറ്റർ ആണ്, 10 സെൻറ്റിമീറ്റർ ആണ്. ഇഫ് ഇറ്റ്സ് ഏരിയ ഇൻക്രീസ് ബൈ 36 ടൈംസ്, അതിൻ്റെ ഏരിയ എന്ത് ചെയ്തു, 36 ടൈംസ് ഇൻക്രീസ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ പെരിമീറ്റർ എന്താണ് എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ദ പെരിമീറ്റർ ഓഫ് എ സർക്കിൾ, ഒരു സർക്കിളിൻ്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് 2πr ആണ്. 2πr എത്രയും നമുക്കറിയാം, 10 സെൻറ്റിമീറ്റർ നമുക്കറിയാം. സോ റേഡിയസ് ഈക്വൽ ടു 10/10
2π ആണ്. അപ്പോൾ എന്ത് ചെയ്തു, 2 ഇത് ക്യാൻസൽ ആയപ്പോൾ എന്ത് കിട്ടി, 5/π എന്ന് കിട്ടി. ഞാൻ അവിടെ മാറ്റി വെച്ചു, അതാണ് റേഡിയസ്. അപ്പോൾ നമുക്ക് റേഡിയസ് എത്രയെന്ന് കിട്ടി, നമുക്ക് 5/π എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ അത് കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് ഇനി എന്ത് കണ്ടുപിടിക്കാം, പുതിയ ഏരിയ നമുക്ക് കണ്ടുപിടിക്കാം. പുതിയ ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതിൻ്റെ ഏരിയ എന്ത് ചെയ്തു, 36 ടൈംസ് ഇൻക്രീസ് ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ പുതിയ ഏരിയ കണ്ടുപിടിക്കാൻ പുതിയ റേഡിയസ് ആണ് ഇനി വരാൻ പോകുന്നത്. πr² ആണ് ഇക്വേഷൻ. പുതിയ ഏരിയ ആകുമ്പോൾ അപ്പോൾ എന്ത് ചെയ്യുന്നു, പഴയ റേഡിയസ് മാറുമല്ലോ. സോ πr² ഈക്വൽ ടു നമുക്ക് π ഇൻറ്റു r, ആറിൻ്റെ സ്ഥാനത്ത് 5/π ദ ഹോൾ സ്ക്വയർ എന്ന് പറയാം. ഇതാണ് പുതിയ ഏരിയ എന്ന് പറയുന്ന സാധനം. അപ്പോൾ നമുക്ക് എന്താണ് ഇനി ഇൻറ്റു കൂടെ ചെയ്യണം. എന്ത് ചെയ്യണം, ഏരിയയിൽ എന്ത് ചെയ്തു, 36 ടൈംസ് ഇൻക്രീസ് ചെയ്തു എന്നാണ് പറയുന്നത്. സോ ക്യാപിറ്റൽ ആർ സ്മോൾ ആർ, ഓക്കെ, 36 ടൈംസ് എന്ത് ചെയ്തു, ഇൻക്രീസ് ചെയ്തപ്പോൾ പുതിയ റേഡിയസ് ആയിട്ട് മാറും എന്നുള്ള കാര്യം നമുക്കറിയാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, ഈ പയ്യും കൂടെ നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ r² ആണ്, ഇവിടെ ബാക്കിയുള്ളതും എന്താണ് r². അപ്പോൾ നമുക്ക് റേഡിയസ് കണ്ടുപിടിച്ചാലേ ആൻസറിലേക്ക് പോകാൻ പറ്റും. r കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഇതിനെ നമ്മൾ റൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ 5/π ദ ഹോൾ സ്ക്വയർ പ്ലസ് എന്താണ് പ്ലസ് അല്ല, ഇൻറ്റു ആണ്, ഇൻറ്റു 36 ആണ് കിടക്കുന്നത്. ഇൻറ്റു 36 എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്, അത് 6ൻ്റെ സ്ക്വയർ ആണ് അല്ലേ, 6ൻ്റെ സ്ക്വയർ ആണ്. അപ്പോൾ നമുക്കിത് റൂട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, നമുക്ക് റൂട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ എന്താണ് നമുക്ക് കിട്ടുന്നത്, r ഈക്വൽ ടു 5/π ഇൻറ്റു 6 എന്ന് കിട്ടും. r ഈക്വൽ ടു 5/π ഇൻറ്റു 6. ഇതാണ് പുതിയ റേഡിയസ് എന്ന് പറയുന്നത്, 5/π ഇൻറ്റു 6. അതായത് ഈ ഏരിയ 36 ടൈംസ് ഇൻക്രീസ് ചെയ്തതിന് ശേഷം, ഏരിയ 36 ടൈംസ് ഇൻക്രീസ് ചെയ്തതിന് ശേഷം പുതിയ ഏരിയ എന്ന് പറയുന്നത്, പുതിയ റേഡിയസ് എന്ന് പറയുന്നത് എത്രയാണ്, 5/π6 എന്നാണ് വരുന്നത്. 5/π6 എന്നാണ്, അല്ലെങ്കിൽ 30π എന്നാണ്, 30/π എന്നാണ് കിട്ടുന്നത്. ഞാൻ എന്ത് ചെയ്തു, അവിടെ മാറ്റി വയ്ക്കുന്നു. ഇനി പുതിയ പെരിമീറ്റർ എന്താണെന്ന് ചോദിക്കുന്നത്, പെരിമീറ്റർ ഈക്വൽ ടു 2πr ആണ്. 2πr ക്യാപിറ്റൽ R കൊടുക്കാം, 2πr ആണ്. അപ്പോൾ 2 ഇൻറ്റു π ഇൻറ്റു പുതിയ റേഡിയസ് എന്താണ്, 5/π ആണ്, 5/π ഇൻറ്റു 6 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് പയ്യും എന്ത് ചെയ്യും, ക്യാൻസൽ ആയി പോവും. ഇനിയുള്ളത് 25 10 60 60 സെൻറ്റിമീറ്റർ എന്നാണ് എന്ത് വരുന്നത്, പുതിയ പെരിമീറ്റർ വരുന്നത്. ഓക്കെ, ഇത് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. എങ്ങനെയാണ് നമ്മൾ ചെയ്തതെന്ന് മനസ്സിലാക്കുക. നമ്മൾ എന്ത് ചെയ്തു, ആദ്യം 2πr ആയിരുന്നു, 2πr വെച്ച് നമ്മൾ 10 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞു. ആദ്യം നമ്മൾ റേഡിയസ് കണ്ടുപിടിച്ചു. ആ റേഡിയസ് വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, പുതിയ കണ്ടുപിടിച്ചു, പുതിയ ഏരിയ എന്താണ്, അതിൻ്റെ ആ റേഡിയസ് ആണ്, പഴയ റേഡിയസ് ആയിരുന്നു, അതിലെന്ത് ചെയ്തു, 36 ടൈംസ് ഇൻക്രീസ് ചെയ്തപ്പോഴത്തേക്ക് നമുക്ക് റേഡിയസ് എന്താണെന്ന് കിട്ടി. ആ പുതിയ റേഡിയസ് എന്താണെന്ന് കിട്ടി. ആ പുതിയ റേഡിയസിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഞാൻ എന്ത് കണ്ടെത്തി, ഞാനതിൻ്റെ പെരിമീറ്റർ കണ്ടുപിടുത്തി. അപ്പോഴാണ് എനിക്ക് 2πr ഈക്വൽ ടു 60 സെൻറ്റിമീറ്റർ എന്ന് ആൻസറിലേക്ക് എത്താൻ കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. റേഡിയസ് ഓഫ് എ കാർ വീൽ ഈസ് 42 സെൻറ്റിമീറ്റർ. ഹൗ മെനി റൊട്ടേഷൻസ് ആർ നീഡഡ് ടു കംപ്ലീറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 6.6 കിലോമീറ്റർ. അപ്പോൾ നമ്മൾ റൊട്ടേഷൻസ്, നമ്മൾ റെവല്യൂഷൻസിൻ്റെ നമ്മൾ ചോദ്യങ്ങൾ ഒരുപാടെണ്ണം നമ്മൾ ചെയ്താണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് നിങ്ങൾ ഈ ചോദ്യം നോക്കുക, ഇത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് എല്ലാവരും ചെയ്യുക. എല്ലാവരും കൃത്യമായിട്ട് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, ആൻസറുകൾ കൃത്യമായിട്ട് നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ വീണ്ടും അടുത്ത ഒരു സെക്ഷനുമായിട്ട് കാണാം. അതുവരേക്കും ഗുഡ് ബൈ, ഓൾ ദി ബെസ്റ്റ്.